Darshan is like a blank paper. എന്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, ദാറ്റ്സ് ഹിം. ഒരു ഏജ് ഗ്രോ ചെയ്യുന്തോറും അവൻ സ്വയം കുറേശ്ശൊക്കെ പഠിക്കാനായിട്ട് ഇപ്പൊ തുടങ്ങുന്ന ഒരു സ്റ്റേജിലോട്ടാണ് എത്തി നിൽക്കുന്നത്. എന്തെങ്കിലും നമ്മൾ അവനോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മേ ബി ഇൻ ദ ഫ്യൂച്ചർ അവന്റെ ഒരു ലൈഫ് ഈസിയർ ആക്കാനായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ പല നിയർ ബൈ സെന്റേഴ്സിലൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫാക്ട് വി ഹാവ് ട്രൈഡ് ഔട്ട്. പക്ഷേ പല സ്ഥലത്തുനിന്നും റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് ഐ വാസ് റാൻഡംലി സ്ക്രോളിംഗ്. പക്ഷെ ഇത് എവിടെ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കും, ആര് പഠിപ്പിക്കും? ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒരു കോയിൻസിഡൻസ് ആയിരുന്നു ഞങ്ങളുടെ ഒരു മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ. അവർ ആഗ്രഹിക്കുന്നതും ഞങ്ങൾ വിചാരിക്കുന്നതും സെയിം കൈൻഡ് ഓഫ് തിങ് ആയിരുന്നു. ഞങ്ങൾ ആക്ച്വലി ബിലീവ് ചെയ്യുന്ന സമയത്ത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമ്മളൊക്കെ വിചാരിക്കുന്നതിൽ അപ്പുറത്താണ് ലൈക്ക് ദെയർ ഇന്റലിജൻസ്. ഒരു 4 ഡിജിറ്റ് മൾട്ടിപ്ലൈ പറഞ്ഞാൽ വിൽ ബി ഏബിൾ ടു ആൻസർ ദാറ്റ് ഇൻ എ സെക്കൻഡ്. കിഡ്സ് ആർ ഏബിൾ ടു ഡു ദാറ്റ്. നമ്മളിങ്ങനെ വോക്കലി പറയുന്നതിന് പകരം വിഷ്വലി പറഞ്ഞു കഴിഞ്ഞാൽ ദീൽ ബി ഏബിൾ ടു ഒരു കാര്യങ്ങൾ അവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇവരുടെ കറന്റ് വേൾഡിൽ നിന്ന് ടെക്കിലോട്ടുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യാന്നുള്ളത്. ഞാൻ ആക്ച്വലി ടീച്ചിങ് ചെയ്യണമെങ്കിലും ഞാൻ ഒരിക്കലും ടീച്ചറായിട്ട് ആക്ട് ചെയ്യാറില്ല. ഐ വിൽ ട്രൈ ടു മേക്ക് ഗുഡ് റാപ്പോ. അവരായിട്ട് നല്ലൊരു ഫ്രണ്ട് ആയിരിക്കാനും ഞാൻ എപ്പോഴും നോക്കാറുള്ളൂ. കൊറേ കാര്യങ്ങൾ ഈ സുബിൻ സാർ പഠിപ്പിച്ചു തന്നോ? എല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നോ? ഇഷ്ടാണോ? ഇനി എന്തൊക്കെ പഠിക്കാൻ ആഗ്രഹം? ഇനിയും പഠിക്കണോ? ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സംതിങ് സ്പെഷ്യൽ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ നല്ല 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് നമ്മുടെ ഷോയിലുള്ളത്. ഫോർ സിൻടാക്സിന്റെ കോ ഫൗണ്ടർ സുബിൻ ആൻഡ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ദർശു ആൻഡ് ദർശുവിന്റെ അമ്മ കൃഷ്ണ. യെസ്, നമസ്കാരം. നമസ്കാരം. യെസ്, ഇപ്പൊ സെറ്റായി. ദർശു സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നന്നായിട്ടുണ്ട്. സൂപ്പറാണ്. ബോർഡ് എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. ഫുൾ A+ ആണോ? അത് ഓരോ റീലിൽ ഇങ്ങനെ അമ്മ ഇടുമ്പത്തിന് ദർശന എല്ലാ എക്സാം ഈസിയാണ്, എളുപ്പാണെന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട് ബോർഡ് എക്സാമിന്റെ ചൂട് അവിടെ? എങ്ങനെയുണ്ട് വീട്ടില്? ബോർഡ് എക്സാം നമുക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷേ ദർശന്റെ കേസിൽ ടോട്ടലി ഡിഫറെന്റ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആവുന്നത്. എന്തായാലും അത് നമ്മൾ വിചാരിച്ച രീതിയിൽ അവൻ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്ക്രൈബറിന്റെ ഫെസിലിറ്റി നമ്മൾ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വിത്ത് ദാറ്റ് ഓൾസോ ഹി ഈസ് ഡൂയിങ് വെൽ. ഓക്കെ, ഞാൻ ദർശുവിന്റെ വീഡിയോ റീസെന്റ് എനിക്ക് തോന്നുന്നു റീസെന്റ് ആയിട്ട് എന്റെ ഫീഡിൽ വന്നതാണ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കയറി ഇങ്ങനെ ചെക്ക് ചെയ്യാറുള്ള വീഡിയോസ് ആണ്. നല്ല ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ്. കാരണം ചേച്ചിയുടെ ഓരോ വീഡിയോസും ഒരുപാട് അമ്മമാർക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്ന, ഞാൻ തന്നെ പലർക്ക് റെഫർ ചെയ്ത് അയച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടു നോക്കൂ, ഈ കൊച്ചിനൊക്കെ ഇങ്ങനെയൊക്കെ ദുഃഖിച്ചുകൊണ്ട് മാത്രം ഇരിക്കണ്ട, ഇങ്ങനെ സ്മാർട്ടാക്കി എടുക്കാന്നൊക്കെ ഞാൻ തന്നെ ഒരുപാട് പേർക്ക് റെഫറായിട്ട് അയച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ദർശുവിന്റെ. ആ ഒരു വീഡിയോ തോട്ടിലേക്ക് എങ്ങനെയാ വന്നത്? വീഡിയോ തോട്ട് ആക്ച്വലി ഞാനൊരു 3-4 വർഷം മുന്നേ ചാനൽ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ഇതിന്റെ ഒരു ബ്രേക്ക് ത്രൂ മൊമെന്റിൽ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പക്ഷെ പിന്നീട് അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വർക്കിംഗ് ആയിരുന്നു. പിന്നെ ഇപ്പോ ഞാൻ റിസൈൻ ചെയ്തതിന്റെ Day 2 മുതൽ ദർശുവാണ് എന്നെ ശരിക്കും പറഞ്ഞ ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്തത്. ഞാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അപ്പോ അവനെ കൊണ്ട്, കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മുന്നത് ചെയ്യാനായിട്ട്. അവനെ ഒരുപാട് പ്രോംപ്റ്റ് ചെയ്യണം. അവനൊരു സെന്റൻസ് പറയാൻ പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സ്റ്റേജിൽ. പക്ഷെ നൗ അവൻ നല്ലൊരു രീതിയിൽ അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെയാണോന്ന് അറിയില്ല, അവൻ തന്നെയാണ് നെക്സ്റ്റ് ഡേ മുതൽ എനിക്ക് വീഡിയോ എടുക്കണം, പ്ലേ ബട്ടൺ കിട്ടണം, യൂട്യൂബിന്റെ ഗോൾഡും സിൽവറും പ്ലേ ബട്ടൺ കിട്ടണം എന്നാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. വി ആർ വർക്കിംഗ് ഓൺ ദാറ്റ്. ഓക്കെ, പ്ലേ ബട്ടൺ കിട്ടണം ദർശുവിന്. കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? 1000 വീഡിയോസ് എടുക്കണം. 1000 ഇപ്പോഴേ ഫുൾ കോണ്ടന്റ് ക്രിയേറ്റർ ആയി ദർശു മാറി കഴിഞ്ഞിരിക്കുകയാണ്. ഈ റിസൈൻ ചെയ്യാനുള്ള റീസൺ എന്താ? ദർശുവിനെ കുറച്ചും കൂടെ ടേക്കൺ കെയർ ചെയ്യാനാണോ? ഓഫ് കോഴ്സ് അത് തന്നെയാണ്. അവന്റെ 10th സ്റ്റാൻഡേർഡ് ആണ്. അതുവരെ എന്റെ പാരന്റ്സ് ആണ് ഇപ്പോ കുറച്ച് വർഷമായിട്ട് ടേക്ക് കെയർ ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഹൈ ടൈം ടു ടേക്ക് ഓവർ. അവനും കുറച്ച് ടയർഡ് ആയി തുടങ്ങി. പിന്നെ ഇവന്റെ എന്തായാലും ഒരു 10th എക്സാം ആണ്. നെക്സ്റ്റ് ലെവലിലായാലും കുറച്ചും കൂടെ നമ്മൾ അറ്റൻഷൻ വേണം. സോ പിന്നെ അവന്റെ ആക്ച്വലി അക്കാഡമിക്സ് ദർശന്റെ ഒരു സ്ട്രഗിൾ പാർട്ട് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവന്റെ സ്ട്രെങ്ത്തിന് അലൈൻഡ് ആയിട്ടുള്ള സ്കിൽസ് ഐഡന്റിഫൈ ചെയ്യണം, അത് എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ അത് എന്റെ പാരന്റ്സിന് മാത്രമായിട്ട് സാധിക്കില്ല. ഡെഫിനറ്റ്ലി എന്റെ ഇൻവോൾവ്മെന്റ് അതിനകത്ത് 100% ഉണ്ടെങ്കിൽ തന്നെ നടക്കുള്ളൂ. സോ വി തോട്ട് ഓഫ് ഡൂയിങ് ദാറ്റ്. ഓക്കെ, ആ സ്ട്രെങ്ത് കണ്ടുപിടിച്ച വ്യക്തിയാണോ ഇവിടെ ഇരിക്കുന്നത്? അത് കിടക്കല് ദർശുവിനോട് വെക്കണം. ദർശു ഇതാരാ? സുബിനേട്ടൻ എന്തൊക്കെയാ പഠിപ്പിച്ചു തന്നേക്കണ ദർശുവിനെ? സ്ക്രാച്ച്, പിന്നെ എന്തൊക്കെയാ? ബോൾ കോഡ്,
എല്ലാം അറിയാം. എല്ലാം സുബിൻ ചേട്ടനാണ് പഠിപ്പിച്ചു തന്നെ. ഓക്കെ, അപ്പൊ സുബിൻ ചേട്ടാ ഫോർ സിന്റാക്സിന്റെ കോ ഫൗണ്ടർ ആണ്. എങ്ങനെയാണ് ലൈക്ക് നിങ്ങളുടെ ഒരു ടാഗ് ലൈൻ തന്നെ ഭയങ്കര സ്പെഷ്യൽ, 8 to 18 years ഉള്ള കുട്ടികളെ കോഡിംഗ് AI അല്ലേ, ഫോൺ ടൈം നല്ലോണം യൂട്ടിലൈസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു തന്ത്രം എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് ആക്ച്വലി ഉണ്ടല്ലോ, അത് ആക്ച്വലി ഇതൊരു ഫൺ സ്റ്റോറിയാണ്. ഞങ്ങൾ ഫോർ സിന്റാക്സ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത് തന്നെ ദാറ്റ് ഈസ് സംതിങ് റിയലി ഫൺ. ഞങ്ങൾക്ക് ഇത് ആക്ച്വലി ഇതിന് മുമ്പ് ഒരു കമ്പനി ഉണ്ടായിരുന്നു. ലൈക്ക് ഞങ്ങൾക്ക് 2 ഇനിഷ്യേറ്റ്സ് ഉണ്ടായിരുന്നു. നമുക്കൊരു ഫസ്റ്റ് ഇനിഷ്യേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി കോളേജിൽ പഠിക്കുന്ന സമയത്ത് വി ഹാഡ് എ കമ്പനി, ലൈക്ക് ഇറ്റ്സ് ഇനിഷ്യേറ്റീവ് ആയിരുന്നു. കേരള നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി നമുക്കൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ നെക്സ്റ്റ് 2 years കഴിഞ്ഞപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ഗോ ലേണേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആൻഡ് ദിസ് വാസ് അവർ തേർഡ് വെഞ്ചർ. ഓക്കെ, സോ ഈ വെഞ്ചർ ആക്ച്വലി ഉണ്ടായത് തന്നെ ഞങ്ങൾ ആക്ച്വലി ആ ഒരു ടൈമിൽ ഞങ്ങൾക്കൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈവനിങ് ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ ഇറങ്ങുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ. അതൊരു യൂഷ്വൽ പരിപാടിയാണ്. ലൈക്ക് ഈവനിങ് ആയി കഴിഞ്ഞാൽ ആക്ച്വലി 4 o'clock ആകുമ്പോൾ വിളിക്കും, എടാ ചായ കുടിക്കാൻ പോയാലോ, ഈ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അങ്ങനെ ആക്ച്വലി ആ ഒരു മൈൻഡ് സെറ്റിൽ ഞങ്ങൾ ഈവനിങ് ലൈക്ക് ഒരു ദിവസം ഇങ്ങനെ ചായക്കടയിൽ ഇരുന്നപ്പോൾ ഉണ്ടായ ഒരു കോൺസെപ്റ്റ് ആണ് ആക്ച്വലി ഫോർ സിന്റാക്സ് എന്ന് പറയുന്നത്. ആ ഒരു മൊമെന്റിൽ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഞങ്ങൾക്ക് ഒരു നെക്സ്റ്റ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്ത് സ്റ്റാർട്ട് ചെയ്യും എങ്ങനെയെന്നുള്ള ഒരു ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ജസ്റ്റ് ഞങ്ങളെ എടാ ആക്ച്വലി ഈ കോൺസെപ്റ്റ്സ് ഒക്കെ ഇങ്ങനത്തെ കുട്ടികളിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഫ്യൂച്ചർ ഉണ്ടായിരിക്കില്ലേ. ബേസിക്കലി ഞാനൊരു ടെക്നിക്കൽ ട്രെയിനറാണ്. ഞാൻ ആക്ച്വലി ഇന്റർനാഷണൽ വർക്ക് ചെയ്യായിരുന്നു ലാസ്റ്റ് ഒരു 5 years ആയിട്ട് ട്രെയിനറായിട്ട്. സോ അത് നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തൂടെ, കുട്ടികൾ നമുക്ക് ഒന്നുകൂടി ബെറ്റർ ആക്കിക്കൂടെ, ലൈക്ക് ഒരുപാട് എഡ്യൂക്കേഷൻസ് കൊണ്ടുവന്നൂടെ. ആ ഒരു ഡേ ആണ് ആക്ച്വലി ഒരു പ്രോസസ്സ് ഉണ്ടായത്. ആൻഡ് വാട്ട് വി ഡൺ ഈസ് ലൈക്ക് ഞങ്ങൾ ആ ഒരു ഡേ അത് തീരുമാനിച്ചു, ഓക്കെ എന്നാൽ ലെറ്റ് സ്റ്റാർട്ട് സംതിങ്, ഡൊമൈൻ എടുക്കാം, ലെറ്റ്സ് ഗോ വിത്ത് ഇറ്റ്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, സോ വാട്ട് വി റിയലി ട്രസ്റ്റ് ഈസ് നമ്മൾ പ്ലാനിങ് ഒക്കെ ആക്ച്വലി നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. പ്ലാനിങ് ചെയ്യാൻ ആർക്കും പറ്റും. ഇപ്പം നമുക്ക് ഒരുപാട് പ്ലാനിങ് ഉണ്ടാവുന്ന സ്ഥലമാണ് ആക്ച്വലി ചായക്കട എന്ന് പറയുന്നത്. ഞങ്ങൾ ഒരുപാട് പ്ലാനിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ പ്ലാനിങ് മാത്രം നടക്കുക. അപ്പൊ ഞങ്ങളാണെങ്കിലും പ്ലാനിങ് അല്ല, നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, പിന്നീട് നമുക്കത് എങ്ങനെ സ്കെയിൽ ചെയ്യണം പിന്നീട് അത് ആലോചിക്കാന്നുള്ള. മറ്റു നിങ്ങൾ പ്ലാനിങ് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ ട്രിപ്പ് പോകാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടാവും, ഗ്രൂപ്പിൽ ഫുൾ ഡിസ്കഷൻ ആവും, ആ ട്രിപ്പ് പോവാ ഈ ട്രിപ്പ് പോവാന്ന് പറഞ്ഞിട്ട്. ഇത് ലാസ്റ്റ് എക്സിക്യൂഷൻ സമയത്ത് ആരും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു. Then we thought like, okay, let's scale it. അങ്ങനെയാണ് ആക്ച്വലി ഞങ്ങൾ ഫോർ സിന്റാക്സ് എന്നൊരു കോൺസെപ്റ്റ് തുടങ്ങിയത് തന്നെ. അത് ഇനീഷ്യലി നമ്മൾ എഡ്യൂക്കേഷൻ നമ്മൾ ഇന്റർനാഷണലി നമ്മൾ ലാസ്റ്റ് 2 years ആയിട്ട് ഇന്റർനാഷണലി മാത്രം റൺ ചെയ്യുന്ന കമ്പനി ആയിരുന്നു, എഡ്യൂക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. ദെൻ വി തോട്ട് ലൈക്ക് ഈ വർഷം ഞങ്ങൾക്ക് ഇന്ത്യയിലോട്ട് എക്സ്പാൻഡ് ചെയ്യാം എന്നൊരു പ്ലാൻ ആയിരുന്നു. ഓക്കെ, ഇന്ത്യയിലോട്ട് തുടങ്ങാം, ലൈക്ക് ലെറ്റ്സ് ഡു സംതിങ് ഓവർ ഹിയർ. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ ഇന്ത്യയിലോട്ട് ചുമ്മാ സ്കെയിൽ ചെയ്യണം എന്നൊരു താല്പര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, വാണ്ട് ടു ഡു സംതിങ് ഇനീഷ്യൽ, ആരും ചെയ്യാത്ത ലൈക്ക് എന്തുകൊണ്ടൊരു വെറൈറ്റി നോക്കിക്കൂടാ എന്നുള്ളതായിരുന്നു. ദെൻ വി തോട്ട് ലൈക്ക് ബ്രെയിൻ സ്റ്റോമിങ് ഓൾ നൈറ്റ്സ് എന്ത് ചെയ്യും ഫുൾ തോട്ട്സ് ആയിരുന്നു. ഓക്കെ, ദെൻ അങ്ങനെ ഒരു ദിവസം സഡൻലി വി തോട്ട് ലൈക്ക് ഓക്കെ ലെറ്റ്സ് ഡു സംതിങ് ലൈക്ക് ദിസ്. അങ്ങനെയാണ് ആക്ച്വലി ഇനീഷ്യേറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. സോ ദിസ് വാസ് ലൈക്ക് ഞങ്ങൾ ആക്ച്വലി ജേർണി ഇങ്ങനെയാണ് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ എന്താ പറയാ, ജൂനിയർ ഡെവലപ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നൊരു എയിമിലെത്തി. ദർശുവിനെ എങ്ങനെയാണ് കിട്ടിയത് ആ കൈകളിലേക്ക്? അതും ആക്ച്വലി ഒരു കോൺഫിഡൻസ് ആണ്. ഞങ്ങൾ ലൈക്ക് ഈ തോട്ട് ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം എന്നുണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് പേരോട് സംസാരിച്ചിരുന്നു. ഞങ്ങൾ ചോദിച്ച പല ആൾക്കാരും നിങ്ങൾ പറഞ്ഞത് ഇത് പോസിബിൾ അല്ല, നിങ്ങളിത് ലൈക്ക് നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല, ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എവിടെയും, പിന്നെ നിങ്ങൾ എന്തിന് സ്കോപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവർക്കൊക്കെ പറ്റും തോന്നുന്നുണ്ടോ, ഒരുപാട് ക്വസ്റ്റ്യൻസ്. എല്ലായിടത്തും ഫുൾ നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ ആക്ച്വലി ഇപ്പൊ ഞങ്ങൾക്കും ആക്ച്വലി റിവെഞ്ച് ആയിരുന്നു, ലൈക്ക് അങ്ങനെയാണെങ്കിൽ നോക്കണല്ലോ, എല്ലാവരും പറ്റില്ല എന്ന് മനസ്സിലാൻ പറ്റിക്കുക എന്നുള്ളതാണല്ലോ ആക്ച്വലി ടാർഗറ്റ്. സോ അപ്പൊ ഞങ്ങൾ ഒരുപാട് പേരോട് സംസാരിച്ചു, ആരും നോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആക്ച്വലി ലൈക്ക് മാമിന്റെ ഒരു കോൾ വന്നിട്ട് ലൈക്ക് ഇങ്ങനൊരു നിങ്ങളിങ്ങനെ ഗെയിം ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കോള്. ദാറ്റ് വാസ് ദ മൊമെന്റ് ലൈക്ക് വാട്ട് യു സേ ലൈക്ക് നമ്മളൊരു കാര്യം അന്വേഷിച്ച സംഭവം നമ്മൾ കൈക്ക് ഇങ്ങനെ കൊണ്ടു തരാന്ന് പറയില്ലേ, ആ ഒരു മൊമെന്റ് ആയിരുന്നു ആക്ച്വലി അത്. ദെൻ ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ്, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ മാമിനോട് പറഞ്ഞു ലൈക്ക് ഞങ്ങൾ ആക്ച്വലി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, സോ ഐ തിങ്ക് ദിസ് ഇസ് ദ റൈറ്റ് മൊമെന്റ്, ലെറ്റ്സ് ഗോ വിത്ത് ഇറ്റ്. സോ ദ നെക്സ്റ്റ് ഡേ ഞങ്ങൾ അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ലൈക്ക് അതിന്റെ ലൈക്ക് ദർശുവായിട്ടുള്ള കോൾസ്, സ്ക്രീൻ ഗ്രൗണ്ട്സ് അങ്ങനെയെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് ദെൻ വി ഗോ വിത്ത് ഇറ്റ്. ഓക്കെ, ഈ ഫോർ സിന്റാക്സ് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കിഡ്സ് ഒരു 8 to 18 years ഓൾഡ് ആയിട്ടുള്ള കുട്ടികളിലാണല്ലോ നോക്കുന്നത്. അപ്പൊ ഇത് പേരൻസിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എങ്ങനെയാണ്? കാരണം ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അപ്പൊ സ്കൂളിൽ പഠിക്കാനുണ്ട്, there are so many reasons അല്ലെ. പേരൻസിനും പറയാനാണെങ്കിൽ ഇപ്പോഴേ പഠിപ്പിക്കണ്ട, ആഫ്റ്റർ 12th സ്റ്റാൻഡേർഡ് കഴിയട്ടെ. അപ്പൊ പേരൻസിന് എങ്ങനെയാണ് നിങ്ങൾ ഓരോ ഘട്ടത്തിലും കൺവിൻസിങ് ചെയ്തെടുത്തത്? യെസ്, ദാറ്റ്സ് എ ഗുഡ് വൺ.
സോ ഹിയർ കംസ് ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആക്ച്വലി ലാസ്റ്റ് 5 years ആയിട്ട് ഇന്റർനാഷണലി മാത്രം വർക്ക് ചെയ്യുന്ന എഡ്യൂക്കേറ്റർ ആയിരുന്നു. ഐ വാസ് മെയിൻലി ഇൻ ടു ദ AI. സോ നമ്മൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റമേ ആക്ച്വലി ഇരുന്ന പ്രോബ്ലം ആണ്. സോ ഇഫ് യു ക്യാൻ റിയലി ബി ലൈക്ക് ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ലൈക്ക് പുറത്തുള്ള കുട്ടികൾ ദേ ആർ മേക്കിംഗ് ദ AI തിങ്സസ്. ഓക്കെ, അവർ ആക്ച്വലി വരാൻ പോകുന്നത് നെക്സ്റ്റ് മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ പഠിക്കുന്ന ഒരു 5ാം ക്ലാസ്സിലെ കുട്ടിയും അവർ ഈ പുറത്തുള്ള 5ാം ക്ലാസ്സിലെ കുട്ടിയും വരാൻ പോകുന്ന സെയിം മാർക്കറ്റിലോട്ടാണ്. സോ നമ്മൾ ഇന്ത്യൻ കിഡ്സിനോട് അവരായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദേ ആർ മേക്കിംഗ് ദ ആപ്സ്, ദേ ആർ മേക്കിംഗ് എവറിത്തിങ്. ആക്ച്വലി ഞങ്ങൾ പഠിപ്പിക്കുന്ന ആക്ച്വലി ഒരു 6th ഗ്രേഡിലുള്ള ഒരു കുട്ടിയുണ്ട്. ഈസ് ഡൂയിങ് ബിസിനസ്. ഓക്കെ, ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ലൈക്ക് അത് ആക്ച്വലി സിംഗപ്പൂരിലുള്ളതാണ്. അപ്പോൾ കുട്ടിക്ക് ആക്ച്വലി അവിടെയൊക്കെ ലൈക്ക് കരിക്കുലത്തിന് ഓൺടർപ്രണർഷിപ്പ് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ കുട്ടി ചെയ്തൊരു കാര്യം ലൈക്ക് സിമ്പിൾ കാര്യമാണ് ആക്ച്വലി. അപ്പോൾ ഇവർക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുത്തു, ഇവരോട് സെല് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ കുട്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ആക്ച്വലി ഒരു കുഞ്ഞ് വെബ്സൈറ്റ് ഉണ്ടാക്കി ആ വെബ്സൈറ്റിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ഗൂഗിൾ ഫോം പോലെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ആ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഓർഡേഴ്സ് കിട്ടും. ഓക്കെ, ഓർഡേഴ്സ് കിട്ടുന്നു. ഓർഡേഴ്സ് കിട്ടിയിട്ട് ആ കുട്ടിയെ സെല് ചെയ്യുന്നു. എവിടെയും പോകണം. എന്നിട്ട് ആ കുട്ടി ആക്ച്വലി വെബ്സൈറ്റിൻ്റെ QR കോഡിലോട്ട് മാറ്റിയിട്ട് എല്ലാ ഫ്ലാറ്റ്സിലും കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചു. സോ ഈസ് ഡൂയിങ് സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ലൈക്ക് ആ ഒരു രീതിയിൽ നമ്മൾ ഇന്ത്യൻ കിഡ്സ് തിങ്ക് ചെയ്യണം. ഓക്കെ, അത് ഇപ്പോഴും ലൈക്ക് ഇവിടെ വരുന്ന അത്രയും അപ്ഡേറ്റഡ് ആവാത്ത ലൈക്ക് എന്താ പറയുക, അങ്ങനെ ആക്ച്വലി ചിന്തിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ലൈക്ക് ഇങ്ങനത്തെ പാരൻസിലോട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ദേ ഷുഡ് നോ എന്താണ് എന്നുള്ള മനസ്സിലാക്കി. ഇപ്പോഴത്തെ ലാസ്റ്റ് ഒരു 3 years AI വന്ന ഡിഫറൻസ് ഒരുപാടാണ്. ലോട്ട് ഓഫ് ചേഞ്ചസ്. നമ്മളെല്ലാവരും ഇപ്പോൾ ChatGPT, Gemini ഫോൾസ് സാധനത്തിൽ ഡിപ്പെൻഡൻ്റ് ആണ് എല്ലാ കാര്യങ്ങൾക്കും. ഓക്കെ, സോ അത് AI വരുന്ന ഒരുപാട് മാറ്റങ്ങളാണ്. ഇപ്പോഴും നമ്മളെ കിഡ്സ് അത് അപ്ഡേറ്റ് ആവാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് നെക്സ്റ്റ് മാർക്കറ്റ്സിലോട്ട് ദേ വിൽ ബി സ്ട്രഗ്ലിങ് എ ലോട്ട്. സോ അതാണ് നമ്മൾ പാരൻസിന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യം. ദേ ഷുഡ് നോ, അവർക്ക് ആ അവയർനെസ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളും ഇവിടെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നത്, പാരൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ചേച്ചി എപ്പോഴാണ് ലൈക്ക് ഇപ്പം നമുക്ക് പല ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ദർശുവിന് ഈ ലൈക്ക് ഇങ്ങനത്തെ ഫോസിൻടാക്സിനെ കോൺടാക്ട് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഗെയിമിംഗ്, കോഡിങ്, അല്ലെങ്കിൽ AI അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റ് എന്തെങ്കിലും ദർശു കാണിപ്പിച്ചു? എന്തുകൊണ്ടാണ് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള റീസൺ എന്താ? ആക്ച്വലി ദർശു അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാനായിട്ട് അവൻ അങ്ങനത്തെ ടേസ്റ്റ് ഒന്നും അറിയത്തില്ല. നമ്മളെല്ലാ കാര്യങ്ങളും ദർശു ഈസ് ലൈക്ക് എ ബ്ലാങ്ക് പേപ്പർ. നമ്മളെല്ലാതും എന്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു ദാറ്റ്സ് ഹിം, ലൈക്ക് ദാറ്റ് ആണ്. പക്ഷെ ഒരു ഏജ് ഗ്രോ ചെയ്യുന്തോറും അവൻ സ്വയം കുറേശ്ശൊക്കെ പഠിക്കാനായിട്ട് ഇപ്പൊ തുടങ്ങുന്ന ഒരു സ്റ്റേജിലോട്ടാണ് എത്തി നിൽക്കുന്നത്. അതർവൈസ് മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മേ ബി ഇന്നല്ലെങ്കിൽ നാളെ ഹി വിൽ ഡെവലപ്പ്. അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാനും ട്രൈ ചെയ്യുന്നുണ്ട് ഇവൻ എന്തെങ്കിലും ഒരു ടെക് തിങ്സ് ആയിട്ട്. കാരണം ഈ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ വേൾഡ് ഈസ് നൗ ഓൾ AIs ആൻഡ് ടെക് തിങ്സ് ആണ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ അവനോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മേ ബി ഇൻ ദ ഫ്യൂച്ചർ അവൻ്റെ ഒരു ലൈഫ് ഈസിയർ ആക്കാനായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ പല നിയർ ബൈ സെൻറ്റേഴ്സിലൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫാക്ട് വി ഹാവ് ട്രൈഡ് ഔട്ട്. പക്ഷേ പല സ്ഥലത്തുനിന്നും റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി വാട്ട് നെക്സ്റ്റ് എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴാണ് ബട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് ഐ വാസ് റാൻഡംലി സ്ക്രോളിങ്. അപ്പൊ എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഞാൻ ChatGPT ട്രൈ ചെയ്തപ്പോൾ പാറ്റേൺസ്, കോഡിങ് ഇതൊക്കെയാണ് ഇവർക്ക് പറ്റുന്ന കാര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. പക്ഷെ ഇത് എവിടെ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കും, ആര് പഠിപ്പിക്കും? ആക്സെപ്റ്റൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് വേർഷൻ ആണ്. പല സ്ഥലങ്ങളിൽ നിന്ന് ഈ റിജക്ഷൻ ഫേസ് ഉള്ളത് തന്നെ നമുക്ക് പേടിയാണ് അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഇവരുടെ ഒരു ഗെയിമിങ്ങിന്റെ കാര്യം കണ്ടത്. അത് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലോട്ട് അലൈൻഡ് ആയിട്ട് എനിക്ക് തോന്നി. സോ ഐ ജസ്റ്റ് കണക്റ്റഡ് വിത്ത് ദം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒരു കോയിൻസിഡൻസ് ആയിരുന്നു ഞങ്ങളുടെ ഒരു മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ. അവർ ആഗ്രഹിക്കുന്നതും ഞങ്ങൾ വിചാരിക്കുന്നതും സെയിം കൈൻഡ് ഓഫ് തിങ് ആയിരുന്നു. അപ്പോ എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ മൊമെന്റ്. അവരെ ഫോസിൻടാക്സ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ. ആൻഡ് ഫ്രം ഡേ 1 ഓൺവേഴ്സ് വി ആർ ഗോയിങ് ഗുഡ്. ദർശുവിൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും വളരെ വളരെയധികം ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസിലോട്ട് ദർശൻ മൂവ് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ വി ആർ ഫീലിംഗ് സോ ഹാപ്പി. യെസ്, ആ ഒരു റിവ്യൂയിങ് വീഡിയോ ഭയങ്കര വൈറലായിരുന്നു അല്ലേ? അപ്പൊ ആ ഒരു ടൈമിൽ, ആ ഒരു മൊമെന്റിൽ ആസ് എ മദർ അല്ലെങ്കിൽ ഒരു ദർശുവിന് ഒരു ന്യൂ വിഷൻ അല്ലേ തുറന്നു കൊടുപ്പിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പൊ എന്തായിരുന്നു ഫീലിംഗ് ഉണ്ടായത്? ഡെഫിനറ്റ്ലി വെരി 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 ഹാപ്പി. ഇൻഫാക്ട് കാരണം ഞാൻ ദർശുവിന് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് 0 എക്സ്പെക്ടേഷൻ ആയിരുന്നു. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ദർശു പഠിക്കുമെന്നറിയാം, പക്ഷെ എങ്ങനെ ഏത് സമയത്ത് എപ്പോൾ പഠിക്കും അത് ഞാൻ സുബിന്റെ അടുത്ത് കണക്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു. അവനെ ഞാൻ പഠിപ്പിക്കും, ബട്ട് വെൻ എന്നുള്ള ക്വസ്റ്റ്യൻ എനിക്ക് അപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. 0 എക്സ്പെക്ടേഷനിൽ തുടങ്ങി. പക്ഷെ ഡേ 1 തന്നെ ഇവൻ എന്താ വെച്ചാൽ ഒരു വീഡിയോക്കുള്ള ഒരു 10 minutes പോലും ഇരിക്കില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെ എനിക്ക് പോകും. അവന്റെ കാര്യം പറഞ്ഞ അങ്ങനെ എനിക്ക് പോകും. അപ്പോ വീഡിയോയില് ഒരു ഗൂഗിൾ മീറ്റിൽ അവൻ ഇരിക്കുന്നതിനെ കുറിച്ച് എനിക്ക് അതും അവിടെ ഒന്ന് പഠിക്കണം. എനിക്ക് ഒരു എക്സ്പെക്ടേഷനും ഇല്ലാത്തൊരു കാര്യമായിരുന്നു.
പക്ഷേ ദ വെരി ഫസ്റ്റ് ഡേ സ്ക്രീനിങ് ചെയ്തത് സുബിൻ തന്നെയായിരുന്നു. അവൻ വൺ അവർ കംപ്ലീറ്റ്ലി ഇരുന്ന് സുബിൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യും, കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസസ് ചെയ്യും, വളരെ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുകയും ചെയ്തിട്ടുണ്ടപ്പോൾ ഞാനും അമ്മയും ഉണ്ടായിരുന്നു. ഇൻഫാക്ട് ഐ വാസ് റിയലി എന്താ പറയുക, ഭയങ്കര സന്തോഷമായി, നമുക്ക് ഹാർട്ട് ഫിൽഡ് ആയി എന്നുള്ള പറഞ്ഞ ഒരു മൊമെന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ആൻഡ് പിന്നെ അവന്റെ ഒരു ജേർണി തന്നെയായിരുന്നു അത്. ആ ഒരു ജേർണി പകുതി മുക്കാലും നമ്മൾ ഇൻസ്റ്റയിലൂടെ കണ്ടുകൊണ്ടിരുന്ന ഒരു ജേർണിയും കൂടിയാണ്. സുബിൻ ഇപ്പൊ ചേച്ചി പറഞ്ഞ 0 എക്സ്പെക്ടേഷനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും മോനെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സുബിൻ എങ്ങനെയായിരുന്നു, ലൈക്ക് ദർശനം എത്തിയപ്പോ എത്രത്തോളം എക്സ്പെക്ടേഷൻ മനസ്സിലുണ്ടായിരുന്നു? To be frank, actually, like ഞങ്ങളും ആക്ച്വലി ഫസ്റ്റ് ടൈം വി ആർ എൻറ്ററിങ് ഇൻ ടു ദിസ്. ഓക്കെ, സോ എനിക്കൊരു ലൈക്ക് എന്താ പറയുക, നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഓക്കെ, വിൽ മേക്ക് ഇറ്റ് ഡൺ എനി ഹൗ, ലൈക്ക് എന്തൊക്കെ വന്നാലും ലൈക്ക് ഡു ഓർ ഡൈ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും അറ്റങ്ങരുടെ പോകുള്ളൂ എന്നുള്ള മൈൻഡ് സെറ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ലൈക്ക് എന്തൊക്കെ ലൈക്ക് ആക്ച്വലി ഇതൊക്കെ ഞങ്ങൾ ആക്ച്വലി ബിലീവ് ചെയ്യുന്ന സമയത്ത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ, എല്ലാം പോസിബിൾ ആണെന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. സോ വൈ ഐ വാസ് തിങ്കിങ് അബൌട്ട് ഇസ്, നമ്മളൊക്കെ വിചാരിക്കുന്നതിൽ അപ്പുറത്താണ് ലൈക്ക് ദെയർ ഇൻ്റലിജൻസ്. Okay, so if I ask you something, ഒരു 4 digit multiply പറഞ്ഞാൽ will you be able to answer that in a second? No. ഇല്ല. So some kids are able to do that. So that means നമുക്കില്ലാത്ത എന്തോ ഒരു സ്കിൽ അവർക്കുണ്ട്. Okay, and if I ask you something about like like ബയോളജിനെ കുറിച്ച് അല്ലെങ്കിൽ AI കുറിച്ചോ അല്ലെങ്കിൽ ലൈക്ക് മാത്സിൽ എന്തെങ്കിലും ഇൻ്റഗ്രേഷൻ ഡിഫറൻസ് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പറയാൻ പറ്റില്ല. ബട്ട് ദെയർ ആർ കിഡ്സ് ലൈക്ക് ദാറ്റ്. ഞാൻ സംസാരിച്ച കുറേ പാരൻസും കുറേ കുട്ടികളായിട്ടാണെങ്കിലും അങ്ങനെ ഒരുപാട് പേരുണ്ട്. സോ അത് ആക്ച്വലി എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു, ലൈക്ക് ഇവർക്ക് എന്തൊക്കെയോ പോസിബിൾ ആണല്ലോ. അപ്പോൾ അവരുടെ ഒരു കീ ഫിഗർ ഔട്ട് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, ഇപ്പൊ ഇനീഷ്യലി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും എങ്ങനെയാണെന്നുണ്ടായിരുന്നില്ല, ബട്ട് വി ഹാവ് നമുക്കൊരു ഇതുണ്ടായിരുന്നു, വിൽ മേക്ക് ഇറ്റ് ഡൺ. ആ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, ഇതിന് ലൈക്ക് ഒന്നാമത് ടീച്ചിങ്ങിന് പേഷ്യൻസ് വേണം, പക്ഷെ ദർശുവിന്റെ ഒക്കെ കേസ് വരുമ്പോഴത്തേനും കുറച്ചധികം പേഷ്യൻസും കൺട്രോൾഡ് ആയിരിക്കണം, അവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് പറയാം. അപ്പൊ എങ്ങനെയായിരുന്നു ആ ടീച്ചിങ് ജേർണി, എങ്ങനെ ഉണ്ടായിരുന്നു ദർശുവായിട്ടുള്ള? ആക്ച്വലി ഐ വാസ് സോ പാഷനേറ്റ് അബൌട്ട് ടീച്ചിങ്. എനിക്ക് ഈ ടീച്ചിങ് ഭയങ്കര പാഷനാണ്. സോ ബേസിക്കലി ഞങ്ങളൊരു ഡെവലപ്പേഴ്സാണ്. ഞങ്ങൾ 4 പേരാണുള്ളത്. ഓക്കെ, ഞങ്ങൾ 4 പേരും ഡെവലപ്പേഴ്സാണ്. ആൻഡ് ഐ വാസ് സോ പാഷനേറ്റ് അബൌട്ട് ടീച്ചിങ്. ഓക്കെ, ഞാൻ ആക്ച്വലി 4 വർഷമായി ടീച്ചിങ് ചെയ്യുന്നുണ്ട്. എനിക്ക് ടീച്ചിങ് ഒരുപാട് ഇഷ്ടമാണ്. സോ ഞാൻ ആക്ച്വലി ഒരു ജോബല്ല, അപ്പൊ എങ്ങനെയാണെങ്കിലും എനിക്ക് ആ ഒരു റാപ്പ് ഇങ്ങനെ ലൈക്ക് പഠിപ്പിച്ച് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ആ ഒരു ഫീൽ അവരുടെ, ഞാൻ ആക്ച്വലി ടീച്ചിങ് ചെയ്യണമെങ്കിലും ഞാൻ ഒരിക്കലും ടീച്ചറായിട്ട് ആക്ട് ചെയ്യാറില്ല. ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ഗുഡ് റാപ്പോ, അവരായിട്ട് നല്ലൊരു ഫ്രണ്ട് ആയിരിക്കാനും ഞാൻ എപ്പോഴും നോക്കാറുള്ളൂ. ആ ഒരു ജെൻസി ആണെങ്കിൽ ആ ഒരു രീതിയിൽ അങ്ങനത്തെ ലൈക്ക് ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. സോ അപ്പൊ ഒരു പീസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാറാണ്. അവരായിട്ട് സ്ലോ ഡൗൺ ചെയ്ത് അങ്ങനെ പോവാണ് നോർമലി ചെയ്യാറ്. ദർശുവിന് ഉറക്കം വരുന്നുണ്ട് ദർശു? ഇല്ലേ? ഫുൾ ഭയങ്കര ക്ഷീണം, ബോർഡ് എക്സാമിന്റെ എല്ലാ ക്ഷീണം കൊച്ചിന്റെ മുഖത്ത് കാണുന്നുണ്ട്. ക്ഷീണമുണ്ടോ? ഇല്ല. കൊറേ കാര്യങ്ങൾ ഈ സുബിൻ സാർ പഠിപ്പിച്ചു തന്നോ? എല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നോ? ഇഷ്ടാണോ? ഇനി എന്തൊക്കെ പഠിക്കാൻ ആഗ്രഹം? ഇനിയും പഠിക്കണോ സുബിൻ സാറിന്റെ അടുത്ത്? പഠിച്ചതൊക്കെ മതി. ഇത്രയും സ്പീഡിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവനത് ഡീകോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോ നമ്മുടെ സ്ലാങ് ഡിഫറൻസസ് അല്ലെങ്കിൽ അതൊക്കെ മാറ്റേഴ്സ് ആണ്. ശരിക്കും പറഞ്ഞ ഒരു 2-3 years ആയിട്ടുള്ളൂ ശരിക്കും നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റിൽ നമ്മൾ നല്ല രീതിയിൽ അവൻ്റെ അടുത്ത് സ്ലോ ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ബ്രേക്ക് ചെയ്തിട്ട് ചിലപ്പോൾ പറഞ്ഞു കൊടുത്തെങ്കിലാണ് മനസ്സിലാവും. ബട്ട് നല്ല രീതിയിൽ അവൻ്റെ ഇപ്പൊ തോന്നുന്നു ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ഏറ്റവും ഹൈയസ്റ്റ് സ്പീക്കിലാണ് അവന്റെ സ്പീച്ച് നിൽക്കുന്നത് ഇതുവരെയുള്ള ലൈഫ് ജേർണിയിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ. കാരണം അവൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഫീൽഡ്. അവന്റെ ആവശ്യമായിരുന്നു വീഡിയോസ് ചെയ്യണം, പ്ലേ ബട്ടൺ കിട്ടണം എന്നുള്ളൊരു ഫസ്റ്റ്. ഇതുവരെ അവനൊരു ടോയ്സ് പോലും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഫസ്റ്റ് തിങ് ഹി ആസ്ക്ഡ് വാസ് ദിസ് പ്ലേ ബട്ടൺ. അപ്പോ അതിന് വേണ്ടിയിട്ട് എന്തായാലും അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നൊരു റിസൈൻ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന വേറൊരു കാര്യം ഉണ്ടായിരുന്നു, അത് മാറ്റി വെച്ചിട്ടാണ് ഐ മീൻ ടു ദിസ്. അവന്റെ ഒരു ആഗ്രഹം, ആദ്യമായിട്ട് പറഞ്ഞൊരു ആഗ്രഹം നടത്തി കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് ദ ഹോൾ ഫാമിലി ഈസ് വർക്കിംഗ് ഫോർ ഇറ്റ്. ഫോസിൻടാക്സും ആക്ച്വലി കൃഷ്ണ ചേച്ചി ഒരു അവയർനെസ് ആണ് കൊടുത്തത്. കാരണം ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരെന്താ പറയാ, എന്താ ജീവിതം ഇല്ല, ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് ഇല്ല, ദർ ഈസ് ഡാർക്ക്, അവരുടെ മുന്നിൽ ഒന്നും ഇല്ല,
അവരിങ്ങനെ ഫുൾ നെഗറ്റീവ് തോട്ട്സിൽ പോയാൽ നമുക്ക് അത് മാത്രം നെഗറ്റീവ്, പക്ഷെ ഭയങ്കര പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ദർശുവിന് വരുന്ന ഓരോ ചേഞ്ചസും എല്ലാം പ്രൗഡായിട്ട് അത് പിക്ചറൈസിങ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആൻഡ് സുബിനിലേക്ക് വരുമ്പോഴത്തേനും ഈ ദർശുവിനും ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ടീച്ചിങ് മറ്റു കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ എന്ത് വ്യത്യസ്തമായിട്ടാണ് ഇവർക്ക് കുറച്ച് ടീച്ചിങ്ങിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും? യെസ്, നമ്മൾ ആക്ച്വലി ഞങ്ങൾ ഞങ്ങൾ അറിഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ ആക്ച്വലി ഇതിൽ എക്സ്പേർട്സോ അല്ലെങ്കിൽ അതിൽ എന്താ പറയുക ഡിഗ്രീസോ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് നമ്മളെ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചിട്ട് ഇവർ ആക്ച്വലി വിഷ്വലി നമ്മളൊരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ദിൽ ബി ഏബിൾ ടു ഗ്രാബ് ഇറ്റ്. ഓക്കെ, നമ്മളിങ്ങനെ വോക്കലി പറയുന്നതിന് പകരം വിഷ്വലി പറഞ്ഞു കഴിഞ്ഞാൽ ദിൽ ബി ഏബിൾ ടു ഒരു കാര്യങ്ങൾ അവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതിന് ഞങ്ങൾ ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യാറുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ AI ടൂൾസുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ് ആക്ച്വലി ഞങ്ങളിവിടെ ഫോളോ ചെയ്യുന്നത്. യെസ്, എക്സാക്ട്ലി. എല്ലാം പറയുന്ന ഒരു ഈസി ജേർണി അല്ല ആക്ച്വലി, ഇറ്റ്സ് ക്വയറ്റ് ഡിഫറെന്റ്. നോർമൽ നമ്മൾ ഒരു കുട്ടീനെ പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് ആക്ച്വലി ഇത് പോസിബിൾ അല്ല. ഓക്കെ, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. ഈച്ച് കിഡ് ഈസ് ഡിഫറെന്റ്. ഓരോ കുട്ടികളും ഇപ്പോൾ ദർശനെ പഠിപ്പിക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് വേറെ പഠിപ്പിക്കേണ്ടത്, അതുപോലെ അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമുക്കൊരു കോമൺ കരിക്കുലം അല്ലെങ്കിൽ എന്താ പറയുക ഒരു കോമൺ ടീച്ചിങ് സ്ട്രാറ്റജിയോടെ ഫോളോ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ നോർമൽ സ്കൂളാണെങ്കിൽ ഇപ്പോൾ ഒരു 50 പേർക്ക് എല്ലാവർക്കും ഒരേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്കിത് പോസിബിൾ. ഓരോ കുട്ടികൾക്കും അവരുടേതായ ടീച്ചിങ് മെത്തേഡ്സ് നമ്മൾ മാറ്റേണ്ടി വരും. നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് മാറും, യൂസ് ചെയ്യുന്ന മെത്തേഡ്സുകൾ മാറും, എല്ലാം നമ്മൾ മാറ്റിക്കൊണ്ട് കൊണ്ടുവരേണ്ടി വരും. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് വിഷ്വലി വരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത്. അത് ഏത് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ജസ്റ്റ് ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇവരുടെ കറന്റ് വേൾഡിൽ നിന്ന് ടെക്കിലോട്ടുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളത്. ആ ഒരു ബ്രിഡ്ജ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഡൂയിങ് വിഷ്വലി തിങ്സ്. ദാറ്റ് ഷുഡ് ബി ഫൺ. അവർക്ക് ഒരിക്കലും ഒരു ക്ലാസ് ആണെന്നുള്ളത് ഫീൽ ചെയ്യരുത്. ഓക്കെ, ആ ഒരു ക്ലാസ് എന്നല്ലാതെ അവർ നോർമലി കുറച്ച് ഫൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ബട്ട് ബൈ ദാറ്റ് ടൈം ദേ ഷുഡ് ഗെറ്റ് സംതിങ്. ആക്ച്വലി ഇത് ഡിഫറെന്റ് വേയിലാണ് ചോദിക്കുന്നത്. പക്ഷെ ഞാൻ സുബിനോട് ചോദിക്കുക, ഡേ 1 തൊട്ട് ദർശുവിന്റെ ട്രാക്കിലേക്ക് കയറിയോ? സാധാരണ നമ്മൾ ടീച്ചേഴ്സിന്റെ ട്രാക്കിലായോ എന്ന് ചോദിക്കണേ. ദർശുവിന്റെ ട്രാക്കിലേക്ക് ഡേ 1 തൊട്ട് എൻ്റർ ആകാൻ പറ്റിയോ സുബിന്? ആക്ച്വലി എൻ്റർ ആകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആക്ച്വലി ഇത് പറ്റി. ഞാൻ ആക്ച്വലി ഇവിടെ ആണെങ്കിൽ പോലും ഞാൻ ആക്ച്വലി അക്കാഡമിക് ഹെഡ് ആണ്. എൻ്റെ ആസ് എ കോഫൗണ്ടർ ഇന്ത്യയിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ടു ഗെറ്റ് അക്കാഡമിക്സ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ടീച്ചേഴ്സ് ഉണ്ട് ഹു ആർ ട്രെയിൻഡ് ഫോർ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഓൺലി. ഓക്കെ, സോ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ അവരെല്ലാം ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഒരു റാപ്പ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ എൻ്റർ ആവുന്ന പോലെ ദേ ആർ എൻറ്ററിങ് ഇൻ ടു ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. അവർ ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും വാട്ട് ദേ ഡൂയിങ് ഈസ് ദർശു എങ്ങനെയാണോ ഒരു കുട്ടി ആക്ച്വലി എങ്ങനെയാണോ അവരുടെ ആ ഒരു കാം ഡൗണിലോ എൻട്രി ആവുന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു കീ ഫിഗർ ഔട്ട് ചെയ്യണം. എവരി വൺ ഹാവ് എ കീ. ഒരാൾ പഠിക്കാൻ ഇപ്പൊ ഓരോരുത്തർ പഠിക്കാൻ ഓരോ കീസ് ഉണ്ടായിരിക്കും. ആ കീ ഫിഗർ ഔട്ട് ചെയ്യണം ഫസ്റ്റ് ഒരു ടീച്ചർ ചെയ്യുന്നത്. അല്ല നോർമൽ ക്ലാസ് എടുത്തിട്ട് ലെക്ചർ അടിച്ച് 1 hour ലെക്ചർ അടിച്ച് ബോർ അടിക്കുന്ന പരിപാടിയില്ല. ഓക്കെ, സോ ആ ഒരു രീതിയിലാണ് നമ്മളോട് എൻ്റർ ആവുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഐ വാസ് ഡൂയിങ് ഈസ് ഐ വിൽ ബി സ്ക്രീനിങ് ഓൾ ദീസ് തിങ്സ് ആൻഡ് there are trained teachers for this. Okay, അവർ ഇതിനായിട്ട് ട്രെയിൻ ചെയ്തെടുത്ത് നമ്മൾ ടീച്ചേഴ്സ് ആണത്. അവർക്ക് they know how to handle the kids. ഓക്കെ, അപ്പോൾ ഓരോ കിഡ്സിനനുസരിച്ചും നമ്മളെ ടീച്ചേഴ്സ് ആക്ച്വലി അതിനനുസരിച്ച് വേരി ചെയ്തിട്ട് they'll be അവർ ചേഞ്ച് ആക്കും. അത് ദാറ്റ്സ് ഹൗ വി ട്രെയിൻ ടു ദം. നോർമൽ ഒരു ടീച്ചിങ് സ്ട്രാറ്റജി ഇവിടെ പോസിബിളേ അല്ല നമുക്ക്. അപ്പൊ അങ്ങനെയാണ് ആക്ച്വലി നമ്മൾ അവരായിട്ട് കണക്ട് ആവുന്നത്. ഇപ്പൊ ബാക്കി സ്കൂളിംഗ് ടൈമിൽ ഇപ്പൊ ദർശു സ്പെഷ്യൽ ടാലന്റ് കിഡ്സ് ദർശു ആണ് ഫസ്റ്റ് ആദ്യമായിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ഇൻഡാക്സിലുള്ളത്? യെസ്, ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ അത് ഞങ്ങൾക്ക് മാം ഇങ്ങനെ ആ ഒരു കോൺഫിഡൻസ് ആക്ച്വലി ഇത് ഡെവലപ്പ് ആയി വന്നത് തന്നെ. നമുക്കിത് ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിലാണ് ആക്ച്വലി കറക്റ്റ് മാമിന്റെ കോള് വന്നതും പിന്നെ നമ്മളിത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ദർശു ഈസ് അവർ ഫസ്റ്റ് ബേബി. ഓക്കെ, അപ്പൊ ഒരു 8 to 18 years എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മൈൻഡിലേക്ക് ഇപ്പൊ സ്കൂൾ കഴിഞ്ഞിട്ടായിരിക്കും അവർ വരുന്നത്, പിന്നെ ഓൺലൈൻ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അവരെ ഇങ്ങനെ എന്റർടൈനിങ് ആയിട്ട് വെക്കണല്ലോ. കോഡിങ് എന്ന് വെച്ചാൽ അത്ര ഈസി അല്ല, പറയുമ്പോൾ നല്ല ഭംഗിയുണ്ടെങ്കിലും അതിലേക്ക് കടക്കുമ്പോഴത്തേന് അത്ര ഈസി അല്ല. അപ്പൊ പിള്ളേരുടെ മൈൻഡ് ഇങ്ങനെ സ്കാറ്റർ ആകാതെ ഇങ്ങനെ ഇരുത്തുന്ന എങ്ങനെയാണത്?
ഓക്കെ, അതിന് നമ്മൾ ആക്ച്വലി ഇവിടെ ലൈക്ക് അതാണ് പറഞ്ഞത്, നമ്മൾ ഒരിക്കലും ഒരു പ്രോപ്പർ ലെക്ചറിങ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. വി ആർ മേക്കിംഗ് എ ബോണ്ട് വിത്ത് ദം. ഇവിടെ നമ്മൾ എല്ലാ ടീച്ചേഴ്സും ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരായിട്ട് നല്ലൊരു ഫ്രണ്ട്, അവരുടെ വി ആർ ട്രൈങ് ടു മേക്ക് എ ഗുഡ് ഫ്രണ്ട് ഫോർ ദം. ഓക്കെ, അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരോ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ദിസ് ഇസ് അവർ, ഞങ്ങൾ ടീച്ചറാണ് ബെസ്റ്റ് ഫ്രണ്ട്, ആ രീതിയിൽ നമ്മളൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ബോറടിക്കാറുണ്ടോ? ഇല്ല, നോ. അത് ആ ഒരു സെയിം ആ ഒരു സെയിം കോൺസെപ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ഫ്രണ്ട്സിന് ഇപ്പൊ കമ്പൈൻ സ്റ്റഡീസ് നടത്താൻ നമുക്ക് ബോറടിക്കാറുണ്ടോ? ഇല്ല. ഓക്കെ, ആ ഒരു ബോണ്ടിങ് ആണ് നമ്മൾ എല്ലാ ടീച്ചേഴ്സും ആക്ച്വലി ചെയ്യുന്നത്. മനസ്സിലായി. ഇപ്പം 8 to 18 ഇയേഴ്സ് ആണ്. അതിൽ നിങ്ങൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് ഓക്കെ ഇങ്ങനത്തെ ഇപ്പൊ എല്ലാവരും ഫോൺ അഡിക്റ്റ് ആണെന്ന് അറിഞ്ഞിട്ടാണ് കുട്ടികൾ കൂടുതൽ നേരം ഫോണിലാണ്, അപ്പൊ നമുക്ക് ആ ഫോൺ ഇങ്ങനെ ഉപകാരപ്പെടുത്താം എന്ന് ആ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ആയിരുന്നു നിങ്ങൾക്ക് ഫോസിൻടാക്സ് എന്നൊരു സംഭവം തുടങ്ങാനുള്ള മെയിൻ അതെന്തായിരുന്നു? ആക്ച്വലി ആ ഒരു അഡിക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് അല്ല, ലൈക്ക് അത് ഓക്കെ ഇറ്റ്സ് ദർ ഈസ് വൺ വേ അത് ഉണ്ടായിരുന്നു. അത് നമുക്ക് സ്ക്രീൻ ടൈം സ്കിൽ ടൈം ആക്കുക എന്നുള്ളത് നമുക്കൊരു കോൺസെപ്റ്റിൽ ഉണ്ടായിരുന്നു. എപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ഉദ്ദേശിച്ചത് ഞാൻ ലൈക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് നമ്മുടെ ഇന്ത്യൻ കിഡ്സ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ ആക്ച്വലി ഇതൊക്കെ അറിയണം. ഓക്കെ, ലൈക്ക് ഈ ഒരുപാട് ടെക്നോളജീസും ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം, ഇതൊക്കെ എങ്ങനെ അവരുടെ ലൈഫിൽ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മളിത് പുറത്തുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഇവിടെ വന്നതും. ലൈക്ക് ആ ഒരു സ്ക്രീൻ ടൈം എങ്ങനെ നമുക്ക് സ്കിൽ ടൈം മാക്സിമം ഇപ്പോഴത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാം, അവർ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുക. ഓക്കെ, ആ ഒരു സ്മാൾ ഏജിൽ തന്നെ ലെറ്റ് ദം സ്റ്റാർട്ട് വിത്ത് സംതിങ്. അല്ല നമ്മൾ ലൈക്ക് സ്കൂളിൽ പോയി ഒന്നും ഇല്ലാത്ത രീതിയിൽ ചുമ്മാ ജസ്റ്റ് നോർമൽ അക്കാഡമിക്സും കാര്യങ്ങളും പഠിച്ചു പോയിട്ട് വാട്ട് വി ഡൂയിങ് റൈറ്റ് നൗ എന്നാലോചിച്ച് ഞാൻ ഒരുപാട് മാത്സ് ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ യൂസ് ചെയ്യുന്നില്ല. ഇഫ് ഐ എം കമ്മിങ് ടു യു, നമ്മൾ ഒരുപാട് ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ടില്ലേ, വല്ല ഉപകാരം ഉണ്ടോ? ഇല്ലല്ലോ, ഒരു ഉപകാരവും ഇല്ല. അപ്പൊ അതിന് പകരം നമ്മൾ ഇങ്ങനത്തെ കാര്യം നമ്മൾ കുറച്ചും കൂടി റിയാലിറ്റിയിലോട്ട് വരണം. നമ്മൾ കാലത്തിനനുസരിച്ച് കോലം മാറുന്ന പരിപാടിയില്ലേ, അതാണ് ആക്ച്വലി വേണ്ടത്. നമ്മൾ പഠിക്കണം, വി ഷുഡ് ഡു ഇറ്റ്. പക്ഷെ നമുക്കിത് കുറച്ച് യൂസ്ഫുൾ ആയിരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പം മാത്രമേ നമുക്ക് ലൈക്ക് നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് നമ്മളൊരു ഗ്രോത്ത് ഉണ്ടാവുന്ന സമയത്ത് നമ്മളത് കിട്ടുള്ളൂ, നമുക്ക് അതിൻ്റെ പേർപ്പസും കാര്യങ്ങളും കിട്ടുള്ളൂ. നമ്മൾ ചുമ്മാ എഡ്യൂക്കേഷൻസ് ഇങ്ങനെ ഒരുപാട് പഠിക്കുന്നു, എന്ത് 10th ആവണു 12th ആവണു എഞ്ചിനീയറിംഗ് ആവുന്നു, നെക്സ്റ്റ് അടുത്ത PSC കോച്ചിങ് അല്ലെങ്കിൽ അടുത്ത ഇന്റേൺഷിപ്പ് ചെയ്യണു, IT കമ്പനി കയറണു, ജോലി ചെയ്യുന്നു. അപ്പൊ ആ ആക്ച്വലി IT കമ്പനി കയറിയ ശേഷമാണ് നമ്മളിതൊക്കെ പഠിക്കുക. ഞാനും അങ്ങനെ ആയിരുന്നു. ഓക്കെ, ഞാനും ഒരു ജോബിന് കയറിയതിന് ശേഷമാണ് ഇതൊക്കെ പഠിച്ചു തുടങ്ങിയത്. സോ അതിനപ്പുറം കുട്ടികൾ ഇതിനെ കുറിച്ചൊക്കെ അറിയണം. ഡിപ്പാർട്ട് ഫ്രം നമ്മൾ ഇത് മാത്രമല്ല, നമ്മൾ ഒരു കുട്ടി എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഓക്കെ അല്ലെങ്കിൽ ഒരാളുടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പോകുന്ന കുറച്ച് പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്, ഫ്ലട്ടർ റിയാക്ട് പോലത്തെ കോഴ്സുകളുണ്ട്, ജോബ് ഓറിയന്റഡ് കോഴ്സുകളാണത്. ആ കോഴ്സുകൾ ആക്ച്വലി നമ്മൾ ഒരു എന്താ പറയുക ഒരു 7th 8th സ്റ്റാൻഡേർഡിലെ കുട്ടികൾ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി ഗോയിങ് ഗുഡ് ആക്ച്വലി. അപ്പൊ എഞ്ചിനീയർ കഴിഞ്ഞൊരു കുട്ടി ചെയ്യുന്നതും 7th കുട്ടിക്ക് ഇപ്പോഴത് ചെയ്യാൻ പറ്റും. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഹിസ് ലെവൽ വൺസ് ഹി ഗെറ്റ് ആഫ്റ്റർ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പൊ അത്രയും എക്സ്പീരിയൻസ് ആണ് കുട്ടി കിട്ടുന്നത്, അത്രയും എക്സ്പേർട്ട് ആവാണ് ചെയ്യുന്നത്. സോ ആ ഒരു രീതിയിൽ മോൾഡ് ചെയ്യുക എന്നുള്ളതാണ് വി ആർ ടാർഗറ്റിംഗ്. ഇപ്പൊ ഇത് കേൾക്കുന്ന ഒരുപാട് പേരൻസിന്റെ ഡൗട്ട് ഉണ്ടാവും, ലൈക്ക് എന്റെ കുട്ടികൾ അക്കാഡമിക്കൽ വലിയ സ്റ്റുഡിയോസ് അങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നുമല്ല, അപ്പൊ അവർക്ക് ഇത് പഠിക്കാൻ പറ്റുമോ? അതേ പഠിക്കാൻ പറ്റുന്നില്ല, അപ്പൊ പിന്നെ ഫോസിൻടാക്സി കൊണ്ടേ കോഡിങ് ഒക്കെ പഠിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ടാവും. സോ അവരോട് എന്തായിരിക്കും ആൻസർ പറയാനുള്ളത്? ഇത് ആക്ച്വലി വലിയ റോക്കറ്റ് സയൻസ് ഒന്നല്ല. ഓക്കെ, ഇത് ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് ലോജിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ലോജിക്സ് ആണ് ഇനീഷ്യൽ ബിൽഡ് ചെയ്യുള്ളൂ. കുറച്ച് ലോജിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ആക്ച്വലി പഠിക്കാവുന്ന കാര്യം തന്നെയുള്ളൂ. ഇത് ആക്ച്വലി സിമ്പിളാ. നമ്മൾ വിചാരിക്കുന്ന ഒരു വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല, ഇത് പോസിബിൾ ആണ്. ദാറ്റ്സ് വൈ ദി കിഡ്സ് ആർ ഡൂയിങ്. കുട്ടികൾ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിക്ക് ചെയ്യാൻ വേണ്ടി കിഡ്സ് ആർ ഏബിൾ ടു ഡു ഇറ്റ്. അപ്പൊ ഇത് പോസിബിൾ ആണ്. വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, ഇത് ഭയങ്കര സിമ്പിളാ. നിങ്ങൾ രണ്ടുപേരും ക്ലാസ് എടുക്കുമ്പോൾ തന്നെ സെയിം ഫോസിൻടാക്സിന്റെ ടീഷർട്ട് ഇട്ടാണല്ലോ ഇങ്ങനെ ക്ലാസ്സിലും കാര്യങ്ങളൊക്കെ? എന്തെങ്കിലും മാജിക് ഉണ്ടോ അതിനകത്ത്? മാജിക് ഒന്നുമല്ല, അത് ആക്ച്വലി ഞങ്ങൾക്കൊരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യണം എന്നൊരു പ്ലാൻ ഫസ്റ്റ് മുതലേ ഉണ്ടായിരുന്നു. വി ഡോണ്ട് വാണ്ട് ടു ഡു എല്ലാവരും ചെയ്യുന്ന, ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് എല്ലാവരും വെറൈറ്റി ചെയ്യണമെന്ന് എപ്പോഴും ഒരു ആഗ്രഹമുള്ളായിരുന്നു. സോ ഞങ്ങൾ ഇവിടുത്തെ ടീച്ചേഴ്സിനും ആണെങ്കിലും ഞങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. ആ ഒരു പ്രൊഫഷണൽ കീപ്പ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ലൈക്ക് ക്ലാസ് എടുക്കുകയാണെങ്കിലും എപ്പോഴാണെങ്കിലും എല്ലാവരും ഒരു അത് നോർമലി ക്ലാസ്സിൽ ഇരിക്കുന്ന രീതിയിലല്ല, അവർക്ക് ഇപ്പൊ തന്നെ ആ പ്രൊഫഷണൽ ഫീലിംഗ് അവർക്ക് ഇപ്പൊ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളൊരു പ്ലാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. സോ അതിനാണ് ആക്ച്വലി നമ്മളത് ചെയ്യുന്നത്. ആൻഡ് ദേ ഷുഡ് ഫീൽ ഓക്കെ. അവർ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ടീഷർട്ടൊക്കെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ they'll be feeling okay, ഇതെന്തോ ഭയങ്കര സംഭവം, സംതിങ് വണ്ടർ they'll be feeling. അപ്പൊ ആ ഒരു അത് ആക്ച്വലി ഒരു കോൺഫിഡൻസ് ആണ്. നമ്മൾ ആക്ച്വലി ഒരു നോർമൽ ഡ്രസ്സ് ഇട്ട് ഒരു പ്രോഗ്രാമിന് പോകുന്നതും നമ്മൾ ബ്ലേസർ ഇട്ട് പ്രോഗ്രാമിന് പോകുന്നതും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്.
അല്ലേ? അത് നമുക്കൊരു കോൺഫിഡൻസ് ആണ് ആക്ച്വലി. നമ്മൾ വിൽ ബി ഫീൽ ഓക്കെ നമ്മൾ എന്തോ ഭയങ്കര സംഭവം എന്നുള്ള ഫീലിംഗ് കിട്ടും. ഓക്കെ, സോ ആ ഒരു ഫീലിംഗ് ആണ് നമ്മളിവിടെ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് ആക്ച്വലി ഫീൽ ചെയ്യണം ഓക്കെ അവരെന്തോ ഭയങ്കര സംഭവമായി, ഓക്കെ നമ്മൾ സൂപ്പറാണ്. ആ ഒരു ഫീലിംഗ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലായി. ദർശു വാച്ച് എവിടെ പോയി? വാച്ച് അമ്മയ്ക്ക് കൊടുത്തു. ദർശു പാട്ടൊക്കെ പഠിക്കുന്നില്ലേ? പാട്ട് ഓൺലൈനിൽ പഠിക്കുന്നില്ലേ? ഒന്ന് ചേച്ചിക്ക് പാടി തരുമെന്നാ. ആ കൊച്ചിന് എന്തായാലും നമ്മൾ സംസാരിക്കുന്ന കേട്ട് കുറച്ച് മാറ്റത്തിന് കൊച്ചു പാട്ട് പാടട്ടെ. ഓക്കെ, ദർശു പാട്ട് പാടെ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. സൂപ്പർ, നല്ല അടിപൊളി വോയിസ് ആണല്ലോ ദർശു. പപ്പനെ ഇന്ന് വീഡിയോ കോൾ ചെയ്തോ? വീഡിയോ കോൾ ചെയ്തോ? എന്നിട്ട് പറഞ്ഞോ ഇന്റർവ്യൂവിന് വരതാന്ന് ഇങ്ങോട്ട് പറഞ്ഞോ? അപ്പൊ പപ്പ എന്താ പറഞ്ഞേ? പപ്പ എന്താ മിടുക്കനായിന്ന് പറഞ്ഞു. ഈ ബാക്കിൽ ആരാ ഇരിക്കണ ദർശു? അച്ചാച്ചനമ്മ. അച്ചാച്ചനും അമ്മേനെയാണോ അതോ അമ്മേനാണോ ഏറ്റവും ഇഷ്ടം? ഇത് എന്റെ അമ്മ, ഇതാ അമ്മ. ഓക്കെ. ഉദാഹരണ സുജാതയില് ആദിയുടെ അമ്മ. അതൊന്നും വേണ്ട, ആദിയുടെ അമ്മ സ്കൂളിൽ പോണ്. ആണോ? സുജാത. ഓക്കെ സെറ്റ്. ഓക്കെ, കുറച്ച് ഏക പഠിച്ചിരിക്കണേ, കുറച്ച് പവറൊക്കെ വരട്ടെ എന്നൊക്കെ വെച്ചിരുന്നിട്ട്. ഈ ഫോസിൻടാക്സിന്റെ ഒപ്പം ജേർണി തുടങ്ങിയിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദർശുവിന്റെ ഒരു മാറ്റങ്ങള് ഒബ്സർവ് ചെയ്തിരുന്നോ? ഷുവറായിട്ടും നമ്മളെ എല്ലാ ദർശുവിന്റെ ഓരോ സ്റ്റെപ്സും നമ്മൾ ഒബ്സർവ് ചെയ്യും, അനലൈസ് ചെയ്തും മാത്രമേ നമ്മൾ പോകാറുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരുപാട് ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഹാപ്പി ആക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഒരു സിറ്റിംഗ് ടോളറൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു 10 മിനിറ്റ്സ് പോലും ഇരിക്കാത്ത ദർശു ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, അതും ടോട്ടലി ന്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവനെ സംബന്ധിച്ച്. ഒരു ടെക് വേൾഡായിട്ട് അവന് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും കൂടിയിട്ട് അവൻ ഇത്രയും നേരം മോർ ദൻ 1 hour ഹി ഈസ് സിറ്റിംഗ് കണ്ടിന്യൂസ്ലി. അപ്പൊ ഞങ്ങൾ പഠിപ്പിക്കാൻ ഇരിക്കുകയാണെങ്കിൽ കൂടിയിട്ട് അവൻ ചിലപ്പോൾ ഒരു 5 minutes കഴിയുമ്പോൾ എനിക്ക് പോകും. പക്ഷേ ഫോസിൻടാക്സിന്റെ ക്ലാസ്സിൽ നിന്ന് അവൻ ഇരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. They have the tactics to make him sit. എങ്ങനെയാണെന്ന് അറിയില്ല, ബട്ട് he have made അവരൊരു നല്ലൊരു റാപ്പ് ഉണ്ടാക്കിയതിന്റെ ഒരു ഗുണമാണോ എന്ന് എനിക്കറിയില്ല. വെരി വെൽ ദാറ്റ്സ് ഡൺ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് അതിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. ബാക്കിയുള്ള അവന്റെ കാര്യങ്ങളിൽ നമ്മൾ വേറൊരു ടീച്ചിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഞങ്ങൾ വേറെ മാത്സോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസോ ഒക്കെ ചെയ്യിപ്പിക്കുമ്പോഴും അതിന്റെ ഒരു എക്സ്റ്റൻഷനും അവിടെ കാണുന്നുണ്ട്. അവിടെ ആയാലും അവൻ കുറെ കൂടെ നല്ല രീതിയിൽ കോപ്പറേറ്റീവ് ആവുന്നതായിട്ടും നല്ല അവന്റെ ഒരു സിറ്റിംഗ് ടോളറൻസും ആയാലും അവന്റെ ലോജിക്കൽ തിങ്കിങ്ങിലായാലും ഒക്കെ നല്ലൊരു അഡ്വാൻസ്മെന്റ് തന്നെയാണ് ഞങ്ങൾ അതിനുശേഷം കണ്ടത്. മോറോവർ എന്താ പറയാ, ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ കാണുകയാണെങ്കിൽ അവൻ അവിടുന്ന് യൂഷ്വലി എനിക്ക് പോകും. അത് അവന് ഓക്കെ ഡൺ, എനിക്ക് പറ്റില്ല കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് പോകുന്നതാണ്. പക്ഷെ നൗ അവൻ അതിന്റെ പ്രോബ്ലംസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആൻഡ് ഹീസ് ട്രൈങ് ടു സോർട്ട് ദ തിങ്സ് ഔട്ട്. ഇപ്പൊ ഈ ഒരു ഗെയിം ഡെവലപ്മെന്റ് ആയാലും അവൻ എന്തെങ്കിലും ചെയ്താലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനൊന്നും മിണ്ടാറില്ല പ്രാക്ടീസ് ടൈമില്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അവൻ അത് പല ടാബ്സും മാറ്റി വെച്ച് അത് കറക്റ്റ് ചെയ്ത് അത് വൺസ് ഇറ്റ്സ് ഡൺ വരെ അവൻ അതിന് വേണ്ട പിന്നാലെ നിന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് വൺ സ്ക്രീൻ വരുന്നത് വരെ ഹീസ് വെയിറ്റിംഗ് ആൻഡ് മേക്കിംഗ് ഇറ്റ് ഡൺ. അപ്പൊ അത്രയും നേരം ഒരു ടോളറൻസും അവന്റെ അറ്റൻഷൻ സ്പാനും എല്ലാം കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. ഇവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കും. അപ്പൊ ഈ ഡിസ്ട്രാക്ഷൻസ് കുറഞ്ഞ് എത്രയും നേരം അറ്റൻഷൻ അവന്റെ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എപ്പോഴും ഞങ്ങളുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അത് കുറെ കൂടെ ഒന്ന് സിംപ്ലർ ആയോ എന്നൊരു തോന്നലുണ്ട് സത്യം പറഞ്ഞാൽ. താങ്ക്സ് ടു ദി ടീം. ഇപ്പൊ നമ്മളൊക്കെ കൊറോണ ബാച്ച് ആകുമ്പോൾ നമുക്ക് തന്നെ ഓൺലൈൻ ക്ലാസ് എത്തുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേന് ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകും ഇങ്ങോട്ടേക്ക് പോവുക. അപ്പൊ ഈ കുട്ടികളുടെ മുന്നിൽ നിൽക്കുമ്പോഴത്തേന് അവരെ ഈ ഒരു ലോകത്തേക്ക് കൊണ്ടുവന്നല്ലോ ആ ഒരു പോയിന്റിൽ. അപ്പം എപ്പോഴെങ്കിലും കുട്ടികൾ പറഞ്ഞിട്ടുണ്ടോ മതി സാർ ഇനി ഇത്രയും പഠിച്ചാൽ മതി ഇനി കുറച്ച് കഴിഞ്ഞിട്ട്, അതോ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണോ കോഡിങ് കൊണ്ടുവന്നത്? അല്ല, നിങ്ങൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് തന്നെ അവരോട് സംസാരിച്ചിട്ട് ലൈക്ക് ആക്ച്വലി ഞങ്ങൾ ടീമിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഫസ്റ്റ് തന്നെ അവരോട് പറയാ ബോർ അടിക്കണ്ടെങ്കിൽ പറയാ ബോർ അടിക്കണ്ടെന്നുള്ളത്, വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല.
ബോറടിക്കണമെങ്കിൽ ഓപ്പൺ ആയിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. ബോറടിക്കുന്നതിൽ നമുക്ക് കുറച്ച് സംസാരിച്ച് ഇരിക്കാറ്. സോ ഞങ്ങൾ ആക്ച്വലി ഫുൾ ടൈം ആക്ച്വലി ക്ലാസ് എടുക്കാറില്ല. ലൈക്ക് ഞങ്ങൾ ആക്ച്വലി കുറച്ച് സമയം അവരുടെ ഫൺ പറയും, ലൈക്ക് എന്നിട്ട് അവരായിട്ട് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. സോ ആ ഒരു രീതിയിൽ ഒരു ഇന്ററാക്റ്റീവ് പോലെയാണ് നിങ്ങൾ ചെയ്യുന്നത്. സോ അപ്പൊ അവർക്ക് ആ ഒരു ബോറിംഗ് നമ്മളെ കീപ്പ് ചെയ്യാറില്ല. അവർക്ക് ഇങ്ങനെ ജസ്റ്റ് അവർ പോയിന്റ് ഔട്ട് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വിൽ ബി ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ടോക്ക് ചെയ്യും, എന്നിട്ട് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അവർ വേറെ രീതിയിലേക്ക് സംസാരിച്ചിട്ട് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. ഓക്കെ, അപ്പൊ ചിലപ്പോൾ കുറെ ഗെയിമിനെ കുറിച്ച് സംസാരിക്കും. ഇപ്പൊ ആക്ച്വലി കുട്ടികൾ PS5 ഒക്കെ അഡിക്റ്റഡ് ആണ്. അഡിക്റ്റഡ് ഇൻ ദ സെൻസ് അവർ ഒരുപാട് കളിക്കാൻ അവർക്ക് ഇഷ്ടമാണ്. അപ്പൊ പിന്നെ PS5 കുറിച്ച് സംസാരിക്കാറുണ്ട്, ഞാനും കളിക്കാറുണ്ട്, നിങ്ങളും കളിക്കാറില്ലേ. അപ്പൊ അവരുടെ ഒരു വൈബിലോട്ട് നമ്മൾ മാറുകയാണ്. അപ്പൊ അവർക്ക് ആ ഒരു ഫീലിംഗ് വരില്ല. അപ്പൊ ബോറടിക്കാൻ നമ്മൾ ആദ്യമേ പറയാം, ഏതെങ്കിലും ഒരു ലെക്ചർ പറയോ, ലൈക്ക് എന്നോട് ആരും പറഞ്ഞിട്ടില്ല, എന്നോട് ആരും ചോദിച്ചിട്ടില്ല, ലൈക്ക് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ. സോ ബോറടിക്കണമെങ്കിൽ പറയാനായിട്ടോ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. സോ അപ്പൊ അങ്ങനെ ഒരു ആദ്യമായിട്ട് ഒരു കുട്ടി അങ്ങനെ കേൾക്കുന്ന സമയത്ത് ഓക്കെ അപ്പൊ കുട്ടി കൊള്ളാലോ, ഇത് കുഴപ്പമില്ലല്ലോ, ആ ഒരു ഫീലിംഗ് ആണ് ആക്ച്വലി വരിക. അപ്പൊ അതുകൊണ്ട് ലൈക്ക് നമുക്കത് ആ രീതിയിലാണ് ആക്ച്വലി നമ്മൾ കൺട്രോൾ ചെയ്ത് പോകുന്നത്. സോ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ഈ കുട്ടികളായിട്ട് സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചോദിക്കുമോ ഇങ്ങനെ പേരൻസിന്റെ ഇഷ്ടപ്രകാരമാണോ നിങ്ങൾ വന്നേക്കുന്നത്, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ? അങ്ങനെ പേരൻസിന്റെ ഫോഴ്സിലാണോ എല്ലാ പിള്ളേരും ജോയിൻ ചെയ്തിരിക്കുന്നത്? ആക്ച്വലി അങ്ങനെ വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആക്ച്വലി ഗെയിംസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. നമ്മൾ ഗെയിം ഡെവലപ്പ് നമ്മൾ അതിനോട് ലോജിക്സ് ബിൽഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനീഷ്യലി ഞാൻ ഫസ്റ്റ് ചോദിക്കായിരുന്നു, നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? അപ്പൊ പറയും കൊള്ളാം, എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ എന്താ ഗെയിം ഉണ്ടാക്കുന്നത്? ഇതാണ് ഫസ്റ്റ് ചോദ്യം. അങ്ങനെ ഗെയിം ഉണ്ടാക്കില്ല. ഫസ്റ്റ് ക്ലാസ്സിന്റെ ആക്ച്വലി നമ്മൾ കുറെ കേൾക്കാറുണ്ട് അങ്ങനെ. ലൈക്ക് എന്നോട് പല ടീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ട്, സാർ ആക്ച്വലി ആ കുട്ടി ഫസ്റ്റ് ഡേ തന്നെ ഗെയിം ഉണ്ടാക്കാൻ പറ്റും ചോദിച്ചു, നമ്മൾ എന്താ ചെയ്യാം? കുഴപ്പമില്ല, നമുക്ക് ഡീലാക്കാം. ഒരു എക്സ്പെക്ടേഷൻ ആക്ച്വലി കുട്ടികൾക്ക് ഇങ്ങനെ കാര്യം കേൾക്കുമ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഗെയിം സെറ്റ്, ഓക്കെ. അപ്പൊ ഇവര് ഫസ്റ്റ് നമ്മൾ ഒരുപാട് വർഷം കേട്ടിട്ടുണ്ട് അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നമ്മളൊന്ന് ഏത് ഗെയിം ഉണ്ടാക്കാൻ പോണത്, ആ ഒരു ക്യൂരിയോസിറ്റിയാണ്. അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റിയാണ് ആക്ച്വലി ക്ലാസ്സിൽ നിർത്തുന്നത്. ആക്ച്വലി നമുക്ക് ഇഷ്ടമുള്ള സാധനം നമുക്ക് പഠിക്കാൻ ഇഷ്ടം. എനിക്ക് ആക്ച്വലി ചില സബ്ജക്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്തും. എനിക്ക് ആക്ച്വലി മാത്സ് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല, കാരണം ഞാൻ മാത്സ് പഠിക്കില്ല, ഇതിന്റെ സമയത്ത് ആക്ച്വലി പഠിക്കാറില്ല. അപ്പൊ അതേപോലെ തന്നെ അവർക്കൊരു ക്യൂരിയോസിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ആ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്തിട്ട് ആ ക്യൂരിയോസിറ്റിയും കൊണ്ടാണ് നമ്മൾ ആ ക്ലാസ്സിൽ നമ്മൾ പിടിച്ചു നിർത്താൻ നോക്കുന്നത്. അത് നമ്മൾ അങ്ങനെ ഒരു സസ്പെൻസ് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാതെ എങ്ങനെ നിർത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവർക്ക് ഓക്കെ കിട്ടും, ഇപ്പൊ കിട്ടും പക്ഷെ കൊടുക്കില്ല. ഇത് എത്ര നാളത്തെ ഇതിന്റെ ലൈക്ക് മന്തിങ് ടൈം എപ്പോഴാ? നമ്മൾ നമ്പർ ഓഫ് ക്ലാസ്സസ് ആണ് കീപ്പ് ചെയ്യുക. ലൈക്ക് ഹവർലി ബേസിസ് ആണ് നമ്മൾ വരുന്നത്. ഒരു ഹവർലി ബേസിസ് ആണ് ഇത് നമ്മളെ ക്ലാസ്സസ് വരുന്നത്. അപ്പൊ നമ്പർ ഓഫ് ഹവേഴ്സ് ആണ് നമ്മളെ ക്ലാസ്സസ് വരുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ കോഴ്സ്. നമ്മൾ ഒരുപാട് കോഴ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഗെയിം ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട്, ആപ്പ് ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് പൈത്തൺ ചെയ്യുന്നുണ്ട്, ലൈക്ക് പൈത്തണിൽ AIML ചെയ്യുന്നുണ്ട്, ഫ്ലട്ടർ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ നെക്സ്റ്റ് ലെവൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ആക്ച്വലി ലൈക്ക് റോബോട്ടിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആക്ച്വലി എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ കോഴ്സ് ആണ്. ആക്ച്വലി ഓരോ കോഴ്സിനും അതിന്റേതായ ഡ്യൂറേഷൻസുകളുണ്ട്. ഓക്കെ, പല കോഴ്സും പല ലൈക്ക് നമുക്ക് AML ഒക്കെ ഇറ്റ്സ് വാസ്റ്റ് കോഴ്സ്. ഓക്കെ, അപ്പൊ അതിന്റേതായ ഡ്യൂറേഷൻസും അത് വരും. പിന്നെ ഇറ്റ്സ് ഡിപ്പെൻഡ്സ്. പല കുട്ടികൾക്കും അത് അങ്ങോട്ടും പ്ലസ് മൈനസ് ആവാറുണ്ട്. ചില കുട്ടികൾ ഒരുപാട് ബ്രില്യന്റ് ആയിരിക്കും. ഓക്കെ, ദേ വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ് സൂൺ. അപ്പൊ അത് പ്ലസ് മൈനസ് നമ്മൾ അറൌണ്ട് ഒരു ഡ്യൂറേഷൻ ആണ് ഇത് കീപ്പ് ചെയ്യാറ്. ഓക്കെ, അതിനനുസരിച്ചിട്ട് ലൈക്ക് അതങ്ങനെ പോവാറുണ്ട്. പിന്നെ ഇത് എത്ര ടൈം എടുക്കും എന്നുള്ളത് ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ പീപ്പിൾ. ചില കുട്ടികൾ ആക്ച്വലി വീക്കിലി വൺസ് ക്ലാസ് എടുക്കുന്നവരുണ്ട്. അപ്പോൾ വീക്കിലി ക്ലാസ്സിന് മന്ത്ലി 4 ക്ലാസ്സേ പോകുള്ളൂ. സോ നമ്പർ ഓഫ് മന്ത്സ് അത് എക്സ്റ്റെൻഡ് ആവാറുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സെനാരിയോയില് ചില കുട്ടികൾ വീക്കിലി 3 ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ അത്രയും പെട്ടെന്ന് കോഴ്സ് കംപ്ലീറ്റ് ആവും. സോ അങ്ങനെയാണ് ഇത് പോകുന്നത്. നമ്മൾ ഓരോ മൈൽ സ്റ്റോൺ ആയിട്ട് അങ്ങനെ കംപ്ലീറ്റ് നമ്മൾ ആക്ച്വലി ഓരോ മൈൽ സ്റ്റോൺസ് നമ്മൾ റിവ്യൂസ് ചെയ്യും. അവർക്ക് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യും. ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. ഇഫ് ദേ ആർ ഫെയിലിംഗ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് ടെസ്റ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പോർഷനാണ് അവർക്ക് ബുദ്ധിമുട്ട് വന്നത് അത് നമ്മൾ ഫോക്കസ് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ ക്ലിയർ അപ്പ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് നമ്മൾ പോകുള്ളൂ. അപ്പൊ അവർക്ക് ആ ഒരു ചെയ്ത കാര്യങ്ങൾ അവർക്ക് പെർഫെക്റ്റ് ആയിരിക്കണം. ടൈം എടുത്താലും ലൈക്ക് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് ജൂനിയർ ഡെവലപ്പേഴ്സിനെയാണോ അതോ ക്വാളിറ്റി ഓഫ് ജൂനിയർ ഡെവലപ്പേഴ്സിനെയാണോ? നമ്മൾ ആക്ച്വലി ക്വാളിറ്റിയാണ് ലൈക്ക് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വി നീഡ് ദ പെർഫെക്റ്റ്നെസ്. ചെയ്യുന്ന കാര്യം വൃത്തിക്ക് ചെയ്യാന്നുള്ളത് നിങ്ങൾ പണ്ട് മുതലേ ചെയ്യുന്ന ഒരു കാര്യമാണ്.
ഓക്കെ, അത് ഞങ്ങൾ ഇത്രയും കാര്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കാര്യം ഫോക്കസ് ആയി കഴിഞ്ഞാൽ ലൈക്ക് അത് നിങ്ങളൊരു അതിൽ വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റഡ് ആയിരിക്കുക എന്നുള്ള ഒരു കാര്യം. ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ആക്ച്വലി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കേരള നോട്ട് സ്റ്റാർട്ട് ചെയ്തത്. സോ ആ ഒരു ടൈമിൽ ഈ കോളേജസും കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ഗോയിങ് ഓൺ ഇൻ ദാറ്റ് വേ. ആ ഒരു ടൈമിൽ നമുക്ക് വെബ്സൈറ്റ്സും കാര്യങ്ങളും സ്റ്റിൽ അതായത് ഇപ്പോഴും ഉണ്ട് നമുക്ക്. കേരള നോട്ട്സ് തന്നെ സംഭവം ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്, ഗോലേണേഴ്സ് ഇപ്പൊ എക്സിസ്റ്റിംഗ്, എല്ലാം എക്സിസ്റ്റിംഗ് ആണ്. അതെല്ലാം അതിന്റെ സൈഡിലൂടെ പോകുന്നുണ്ട്. ഇറ്റ്സ് ഗോയിങ് റിയലി ഗുഡ്. ഇപ്പം മറ്റു കുട്ടികളാണെങ്കിൽ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അവർ പറയും. ദർശുവിന്റെ കേസിൽ എങ്ങനെ ദർശുവിന് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക് മനസ്സിലായില്ല അല്ലെങ്കിൽ ഈ സംഭവം മനസ്സിലായില്ല എന്ന് എങ്ങനെ ദർശു അങ്ങനെ പറയോ ഡയറക്റ്റ് ആയിട്ട്, അതോ നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ്? ദർശു അങ്ങനെ ഡയറക്റ്റ് പറയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ദർശുവിന്റെ മൂമെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഒരു ടീച്ചറിന്റെ സ്കില്ല് ആക്ച്വലി. ഓക്കെ, ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ആ കുട്ടി എങ്ങനെ തിങ്ക് ചെയ്യുന്നുള്ള മനസ്സിലാക്കി ആ കുട്ടീന്റെ മൂമെന്റ്സും കാര്യങ്ങളും വെച്ചിട്ട് നമ്മളത് മനസ്സിലാക്കി എടുക്കണം. അതാണ് ആക്ച്വലി സ്കിൽ. അത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യണം. അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലാവില്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പൊ ആക്ച്വലി ഇപ്പൊ ഇവിടെ ദർശുവിന് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇടയ്ക്ക് എടുക്കാറുണ്ട്, ടീച്ചേഴ്സ് ആണ് നോർമലി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ടീച്ചേഴ്സിന് ആക്ച്വലി അവന്റെ ഓരോ മൂമെന്റ്സും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇറ്റ്സ് ഗോയിങ് ആക്ച്വലി. അല്ലാതെ ഒരിക്കലും നമുക്ക് ഇവരുന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് എനിക്ക് മനസ്സിലായില്ല സാർ എന്നുള്ള ഒരിക്കലും പറയില്ല. അത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അതിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ സ്ലോ പേസിൽ പോകേണ്ട ഒരുപാട് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. ബട്ട് ആ ഒരു പീസ് നമ്മൾ കീപ്പ് ചെയ്യണം. ആ ഒരു കാംനെസ് നമുക്ക് എപ്പോഴും വേണം. എത്ര ദിവസം ദർശുവിന്റെ ഒപ്പം തന്നെ ഓൺലൈൻ കോച്ചിങ്ങിൽ ഇരുന്നിട്ടുണ്ട്? ഞാൻ മിക്ക ദിവസങ്ങളിൽ ഇരിക്കാറുണ്ട്. ചില സമയത്ത് ഞാൻ ഇൻ ബിറ്റ്വീൻ പോവാറുണ്ട്. കാരണം അവൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടും പ്രാക്ടീസ് ചെയ്യണില്ല. നമ്മളുടെ ഒരു ഡിപെൻഡൻസിയിൽ അവൻ വളരണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പം ഒരു അനദർ ഒരു 3 to 4 months കംപ്ലീറ്റ്ലി അവൻ ഒറ്റയ്ക്ക് വന്നിരിക്കണം, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം, അത് സ്വയം ലേൺ ചെയ്യണം. അങ്ങനത്തെ ഒരു പ്രാക്ടീസിലോട്ട് അവനെ ഗൈഡ് ചെയ്യലാണ് ആക്ച്വലി. ആ ഒരു ബ്രിഡ്ജാണ് ഇപ്പൊ ഞാൻ സ്ലോലി ഐ എം മൂവിങ് ഔട്ട്. ഒരു അനദർ ഒരു 6 months ആണ് ഞാനൊരു ടൈം ഫ്രെയിം ഇട്ടേക്കുന്നത്. മേ ബി സുബിന് അതിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ അവരുടെ ടീമിന് അതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് അഡ്വാൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. പിന്നെ ഈ പറഞ്ഞ റാപ്പോന്റെ കേസാണ് എനിക്ക് ദർശന പോലുള്ള കുട്ടികളാവുമ്പോൾ റാപ്പോ ബിൽഡിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇവൻ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ അവൻ എങ്ങനെ ഈ ഒരു അറ്റൻഷനിലോട്ട് കൊണ്ടുവരാം, ഇമ്മീഡിയറ്റ്ലി ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരാം. ഡിസ്ട്രാക്ഷൻസ് ഓൾവേസ് ഹാപ്പൻ. സെൽഫ് ടോക്ക് ഉണ്ട് ദർശന്, അതും ഉണ്ടാവാറുണ്ട്. അപ്പം ഇതൊക്കെ പോകുമ്പോഴും അവിടെ ഒന്ന് പോസ് ചെയ്ത് ഒന്ന് കാമായി നിന്ന് അവരൊന്ന് മനസ്സിലാക്കി ആ ഒരു ചെറിയ സ്പേസ് കൊടുത്ത് ഇമ്മീഡിയറ്റ്ലി അവന്റെ അറ്റൻഷൻ എങ്ങനെ ബ്രിങ് ബാക്ക് ചെയ്യാം എന്നുള്ളൊരു ടാക്ടിക്സ് അറിയണമെന്നെങ്കിൽ ദേ ഷുഡ് നോ ദ കിഡ്. ഓരോ കിഡും ഡിഫറെന്റ് ആണ്. ഇപ്പൊ ദർശന്റെ ടേസ്റ്റ് ആയിരിക്കില്ല മറ്റൊരു കുട്ടിക്ക്. ദർശന്റെ ടേസ്റ്റ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് ഒരു ഗ്ലൈഡ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് പഠിപ്പിക്കുന്ന സമയത്ത് കുറച്ചൊരു ടഫായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതൊരു എനിം ക്യാരക്ടറിന് നെക്സ്റ്റ് ഒരു എനിം ക്യാരക്ടറിലോട്ട് മൂവ് ചെയ്യുന്ന ഒരു സിനാരിയോ ആയിരുന്നു. അപ്പൊ അത് വെർബലി പറയാൻ ട്രൈ ചെയ്തപ്പോൾ ഇറ്റ് വാസ് നോട്ട് വർക്കിംഗ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി ഇവർക്ക് നല്ലൊരു റാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ദർശുവിന്റെ ടേസ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അവൻ അവന്റെ ടീച്ചേഴ്സും അവന്റെ ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാർ അവന് വളരെ ക്ലോസ് ആണ്. അവരുടെ എന്റെ ഈ അനിയം ക്യാരക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്ത് ഈ ക്യാരക്ടേഴ്സിനെ വെച്ചു. ഇമ്മീഡിയറ്റ്ലി അവരുടെ പേര് പറഞ്ഞപ്പോ തന്നെ അവരുടെ അറ്റൻഷൻ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അവൻ സ്ക്രീനിലോട്ട് നോക്കാറുണ്ട്, അല്ലെങ്കിൽ അവൻ ഫുൾ ഇങ്ങനെ ഔട്ട് ആയിട്ട് പോകുന്ന ഒരു ടൈം ആയിരുന്നു. അപ്പം അറ്റൻഷൻ ബ്രിങ് ബാക്ക് ചെയ്താൽ നെക്സ്റ്റ് നമ്മൾ ആ കോൺസെപ്റ്റ് അവനിലോട്ട് ചെയ്തു കൊടുക്കാന്നുള്ളതാണ്. സോ അവര് പറഞ്ഞത് പ്രകാരം നമ്മളൊരു നോട്ട്ബുക്കിൽ നമ്മളിങ്ങനെ ഡ്രോ ചെയ്തു. ഈ പേര് എഴുതിയിട്ട് ഇപ്പൊ ടീച്ചേഴ്സും ഫ്രണ്ട്സിന്റെ പേര് എഴുതിയിട്ട് അതിങ്ങനെ ഡ്രോ ചെയ്തിട്ട് ഇവന്റെ കൈ ഹാൻഡ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ മൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഒരു എക്സ്പീരിയൻസും വിഷ്വലും പിന്നെ അവന് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സും കൂടെ ഒരുമിച്ച് വന്ന ഒരു കോംബോ ദാറ്റ് റിയലി വർക്ക്ഡ് ഔട്ട്. അവൻ ആ ഒരു കോൺസെപ്റ്റ് ലേൺ ചെയ്തു. ദെൻ പിന്നെ ടാബ് വെച്ചിട്ടുള്ള കോഡിങ് ഇറ്റ് വാസ് വെരി ഈസി ഫോർ ഹിം. അപ്പൊ അങ്ങനെ പല ടാക്ടിക്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കാറുള്ളത്. ഐ എം സോ ഹാപ്പി ദാറ്റ് ഫോഴ്സിൻഡാക്സ് ടീമിന് അത് പെട്ടെന്ന് തന്നെ ഇത്ര ഈസിലി, അല്ലെങ്കിൽ സുബിൻ എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടിക്കും ഒരു കോഡ് ഉണ്ടാവും. അത് എന്നെ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്തൊരു കാര്യമായിരുന്നു. കാരണം നമ്മൾ എപ്പോഴും ഇവനെ പഠിപ്പിക്കുമ്പോൾ എനിക്കൊരു ഷുവറിറ്റി ഉണ്ട്. ദർശൻ്റെ ഒരു പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് കൊടുത്താൽ ഇമ്മീഡിയറ്റ് റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. എപ്പോഴും അവൻ ആ റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എപ്പോന്നുള്ളതാണ് നമുക്ക് അറിയാത്തത്. പക്ഷെ സുബിൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കീ ഉണ്ടാവും, ആ കീ നമുക്ക് ഡീകോഡ് ചെയ്യാൻ എന്തും പഠിപ്പിക്കാന്നുള്ളത്. അതെനിക്ക് സത്യം പറഞ്ഞൊരു ലൈറ്റ് ആയിരുന്നു എൻ്റെ തലയിലോട്ട് വന്നതെന്ന് പറയാം. കാരണം അങ്ങനെ ഒരു ഡീകോഡിങ് ഫാക്ടറിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ടോൾഡ് ഇറ്റ് ആക്ച്വലി. അപ്പോൾ അവർക്കത് വളരെ ഈസിലി വിത്തിൻ ഒരു വെരി ഷോർട്ട് സ്പാൻ അത് ഡീകോഡ് ചെയ്യാൻ പറ്റുകയും അവനെ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രോസസ്സ് കൊടുത്ത് ആ സ്പേസ് കൊടുത്തുകൊണ്ട് അവനിലോട്ട് വളരെ ഈസിലി ആ ഒരു കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു
ഇറ്റ്സ് എ ബിഗ് തിങ് ആക്ച്വലി. യെസ് ആക്ച്വലി കാരണം ഇപ്പൊ തന്നെ ദർശു ഇവിടെ ഇരിക്കുമ്പോ തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ദർശു ഡിസ്ട്രാക്ഷൻസ് ആണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കും എങ്ങനെയായിരിക്കും ദർശുവിനെ ഈ കോഡിങ് ഇതൊക്കെ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ പറയാൻ ഈസിയാണ് അല്ലേ നമുക്ക്. അതെ, പക്ഷെ അത് പ്രാക്ടിക്കലി പ്രൂവ് നല്ല ക്ഷമ വേണം. അത് ലക്കിലി ഐ തിങ്ക് ദേ ഹാവ് എ ഗുഡ് ടീം. എനിക്ക് തോന്നുന്നു ദർശുനെ പോലെ സ്പെഷ്യൽ ടാലന്റഡ് കിഡ്സിന്റെ പേരൻസ് ഏറ്റവും കൂടുതൽ അവർക്ക് ഒരു വിശ്വാസം ഇല്ലാത്ത അവരെ കൊണ്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ ചേർത്തിട്ടുണ്ടെങ്കിൽ അയ്യോ നമ്മളെ പോലെ ഇവരെ ടേക്കൺ കെയർ ചെയ്യോ അല്ലെ നമ്മൾ ക്ഷമിക്കണോ അല്ലെ അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പേരൻസിനുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കണോ അല്ലെ അവർ ക്ഷമിക്കില്ല. അതുകൊണ്ടാണ് എല്ലാവരും കുറച്ചൊന്ന് ബാക്കിലേക്ക് നിന്നിട്ട് യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന സ്പെഷ്യൽ ടാലന്റഡ് കിഡ്സിനെ അവർക്ക് എന്താ സ്റ്റിച്ചിങ് പഠിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ ദിനംതിരി അല്ലെ ഡെയിലി ആക്ടിവിറ്റീസിന് വേണ്ട കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ആരും ഇത്രയും രീതിയിൽ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഒരുപാട് പേരൻസ് ഒക്കെ അല്ലെ വരട്ടെ. ദർശു എന്താ ചിന്തിക്കണേ? എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ആ ഓക്കെ. സുബിൻ സാറിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയാനുള്ളേ? ഞാൻ ഓർത്തി എന്താ പറയാനുള്ളേ? കുറച്ച് നല്ല ഡിസ്ട്രാക്റ്റഡ് ആയിട്ട്. ഫേവറേറ്റ് കാർട്ടൂൺ ഏതാ ദർശുന്റെ? കാർട്ടൂൺസ് കാണാറില്ല, കുറവാ. ഗെയിംസിനെ പറ്റി ഗെയിംസും അങ്ങനെയൊന്നും കളിക്കാറില്ല. നമ്മള് ഇതിലോട്ട് ഇങ്ങനെ ഇൻട്രോഡ്യൂസ് പിന്നെ വല്ലാണ്ട് ഗെയിം കൊടുത്ത് അതൊരു അഡിക്ഷൻ ആവണ്ട. ഞാനെല്ലാം ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ, ആൾക്കാർ കളിച്ചു സ്വയം പഠിച്ചിട്ട് ഇനി ഗെയിം ഉണ്ടാക്കി കളിച്ചോട്ടെ എന്നുള്ളതാണ്. അല്ലാതെ നമ്മള് വല്ലാണ്ട് അങ്ങ് കൊടുക്കാറില്ല. ഓക്കെ. ഇപ്പം ദർശുനെ പോലത്തെ ഉള്ള സ്പെഷ്യൽ ടാലന്റ് കിഡ്സിന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഒരുപാട് പോസിറ്റീവ് വരും, അതിനോടൊപ്പം തന്നെ നെഗറ്റീവ്സും അല്ലെ നെഗറ്റീവ് കമന്റ്സ് വരും. അപ്പൊ അത് പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് ആസ് എ ഒരു സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ നമുക്ക് പറ്റും, പക്ഷെ ആസ് എ മദർ അല്ലെ ആസ് എ ഒരു പാരന്റ് എന്ന നിലയിൽ ഒരുപാട് നമ്മൾ ആരും കാണാത്ത ഒരു ഇമോഷൻസ് ചേച്ചിയുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അതിനെങ്ങനെയാണ് ഫാമിലി സപ്പോർട്ട് എത്രത്തോളാണ് ഉള്ളത്? ഫാമിലി സപ്പോർട്ട് എനിക്ക് 100% അതാണ് എന്റെ ഏറ്റവും വലിയൊരു ലക്കായിട്ട് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ കമന്റ്സ് നെഗറ്റീവ് കമന്റ്സ് ഓൾറെഡി വരാറുണ്ട്. ഇപ്പൊ ദർശന് പോലും ഇപ്പോഴത്തെ ഇതില് വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വി ഡോണ്ട് ഹാവ് ദ ലക്ഷറി ടു സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് ഓർ അതിനെ വെച്ചിട്ട് നമ്മൾ വിഷമിച്ചിരിക്കാനുള്ള ഒരു ലക്ഷറി ടൈം ഇല്ല നമുക്ക്. ഇമ്മീഡിയറ്റ്ലി ദ നെക്സ്റ്റ് മൊമെന്റ് വിൽ ഹാവ് ടു ഗെറ്റ് ബാക്ക് ആൻഡ് വാക്ക്. കാരണം ഓരോ ടൈമും നമ്മുടെ ഓരോ മൊമെന്റ്സും പ്രഷ്യസ് ആണ്. ഓരോ മൊമെന്റിലും നമ്മൾ അവന് എന്ത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ടൈമിലാണ് ഞങ്ങൾക്ക് അവനിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്മെന്റ് കണ്ടിട്ടുള്ളത്. ഈവൻ എനിക്ക് പോലും ഒരു നല്ലൊരു ഡിപ്പ് ഫേസ് ഉള്ള ടൈം ഉണ്ടായിരുന്നു, നല്ലൊരു ഡിപ്രഷൻ ഫേസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ എണീറ്റൊരു നടത്തമുണ്ട്. ആ നടത്തത്തിൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു പ്ലാനും ഇല്ല. ഇനി ആ ഒരു ഗ്യാപ്പേ ഓരോ മൊമെന്റിലും ഇപ്പൊ അത് പറഞ്ഞു ഓക്കെ കഴിഞ്ഞു. ആ മൊമെന്റിൽ ചിലപ്പോൾ നമ്മളൊന്ന് സ്റ്റക്ക് ആയേക്കാം. Then we'll leave it. On the spot delete button ആണ്. Next moment we'll get up and walk. എന്നിട്ട് നമ്മൾ ഇനി എന്ത് ആഡ് ഓൺ ചെയ്യാം അടുത്ത മൊമെന്റിൽ. ഇപ്പൊ ഈവൻ ഒരു ഡ്രൈവിൽ പോലും ഓൺ ദ സ്പോട്ടിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ദർശന് പറഞ്ഞു കൊടുത്തും കാണിച്ചു കൊടുത്തും അവൻ ചിലപ്പോൾ കണ്ടുന്നിരിക്കില്ല. പക്ഷെ നമ്മൾ പോയിന്റ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് മൂവ് ചെയ്തോണ്ടിരിക്കണം. സോ ദാറ്റ് നെക്സ്റ്റ് ടൈം കാണുമ്പോൾ അവനത് ഈസിയർ ആണ്. ഓൾറെഡി ഇറ്റ്സ് ദർ ഇൻ ഹിസ് മൈൻഡ്. സോ അങ്ങനെയാണ് നമ്മൾ ഓരോന്നും ലേൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിന്റെ റിസൾട്ട് ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ പോയിന്റ്സ് എല്ലാം അവിടെ ഇവിടെ ഇങ്ങനെ സ്കാറ്റേഡ് ആയി നിൽക്കണം. ഞാൻ കണ്ടു വന്നതെന്ന് വെച്ചാൽ ദർശന് ഇപ്പൊ ഇത്രയും നാള് നമ്മൾ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ നിൽക്കായിരുന്നു. അവനൊരു പെർട്ടിക്കുലർ ഏജ് ആയപ്പോ അവന്റെ ഡിലേ ടൈം ഒക്കെ കഴിഞ്ഞു വന്ന സമയത്ത് ഈ പോയിന്റ്സ് എല്ലാം കൂടെ അങ്ങ് കണക്റ്റഡ് ആയി. അത്ര പെട്ടെന്നൊരു അഡ്വാൻസ്മെന്റ് നമ്മളൊരു 12 ഇയേഴ്സിന് ശേഷം നല്ലൊരു ഗ്രോത്ത് പേസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മോർ എനർജിയാണ് ടു ആഡ് ഓൺ. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പല പാരന്റ്സ് തന്നെ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് 4 months തെറാപ്പി കൊടുത്തു, 2 months തെറാപ്പി കൊടുത്തു, റിസൾട്ട്സ് കാണുന്നില്ല. പക്ഷെ ഞാൻ പറയാന്നുള്ളതെന്ന് വെച്ചാൽ ഇവൻ 3.8 years നടന്നൊരു പെർട്ടിക്കുലർ സംഭവമാണ്. ഇറ്റ് വാസ് റിയൽ ട്രോമ ഫോർ മീ. പക്ഷെ അന്ന് ദർശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദർശു അല്ല. ഈവൻ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം ഇവിടെ കണ്ട കുട്ടീനെ അവിടെ അവൻ ഈ ലോകത്തിലെ കാര്യങ്ങളോ ഒരു ലാംഗ്വേജോ ഇല്ലാത്തൊരു കുട്ടി എങ്ങനെയാണ് ഈ ലോകത്തിൽ ഫിറ്റിനാവുക? പക്ഷെ അവിടുന്ന് അന്ന് നടന്നിട്ടുള്ള ഒരു കാര്യം പോലും അവൻ്റെ അടുത്ത് വിത്ത് ഓൾ ദ ഇമോഷൻസ് ഹി എക്സ്പ്രസ്ഡ് ഓൺലി ബൈ ദ ഏജ് ഓഫ് 12. ആ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഹാസ് ടു ബി കൺസിഡേർഡ് ഇൻ ഓൾ കേസസ്. ഇപ്പൊ ഈ സുബിൻ വന്നപ്പോൾ കൂടെ ഞാൻ ആ ഗ്യാപ്പ് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആ ഗ്യാപ്പ് ഞാൻ ഇവരുടെ ടീച്ചിങ്ങിൽ ഞാൻ കണ്ടില്ല, അവരുടെ അഡ്വാൻസ്മെന്റിലും കണ്ടില്ല. വിത്ത് ഇൻ എ വെരി ഷോർട്ട് സ്പാൻ ഹി മെയ്ഡ് ഇറ്റ്. ഓക്കെ. സുബിൻ, ഇപ്പൊ നമുക്കറിയാം ലൈക്ക് ഞാൻ ഇനി പറഞ്ഞു വന്നപ്പോ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇനി ഡൗട്ട് അടിക്കണ്ടല്ലോ. ഫോർ സിന്റാക്സ് ഔട്ടിസ്റ്റിക് ആയിട്ട് മാത്രമുള്ള പിള്ളേർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണോ ഫോർ സിന്റാക്സ്?
അല്ല നമ്മൾ ആക്ച്വലി നോർമൽ കുട്ടികൾക്ക് ചെയ്യുന്നതാണ് ശരിക്കും ഫോസിൻടാക്സ് എന്ന് പറഞ്ഞ ഫേം. നമ്മൾ അതിനാണ് ശരിക്കും വി ആർ മെയിൻലി ഫോക്കസ്ഡ്. ഓക്കെ, സോ നമ്മൾ ആക്ച്വലി 2 years ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നോർമൽ കുട്ടികൾക്ക് മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഇസ് ജസ്റ്റ് ആൻ ഇനീഷ്യേറ്റീവ്. ഓക്കെ, നമ്മൾ ഇത് ജസ്റ്റ് നമ്മളായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തതാണ്. സംതിങ് യു വാണ്ട് ടു ഡു ഡിഫറെൻറ്റ് രീതിയിൽ ജസ്റ്റ് ഒരു ഇനീഷ്യേറ്റീവ് ചെയ്തത് മാത്രമാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ്. ദിസ് ജസ്റ്റ് എ കോൺസെപ്റ്റ്. ഓക്കെ, ആ കോൺസെപ്റ്റ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. മെയിൻലി ഫോസിൻടാക്സ് എന്ന് പറയുന്നത് നോർമൽ കുട്ടികൾക്ക്, അതായത് നോർമൽ ജസ്റ്റ് ഡെയിലി സ്കൂളിൽ പോകുന്ന ലൈക്ക് നോർമൽ കുട്ടികൾക്ക് ചെയ്യുന്ന കുട്ടികൾക്കുള്ള കോഴ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതാണ് മെയിൻലി ആക്ച്വലി ഫോസിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അത് ഇനി കണ്ടോണ്ടിരിക്കുന്ന പ്രഷർ അല്ലെ തെറ്റിദ്ധരിക്കണ്ടല്ലോ, ഇവർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം അല്ല റിസ്ക് അല്ല ടാസ്കുകൾ അല്ലേ, അത് ഓരോന്ന് ആ ടാസ്കിന്റെ ഭാഗമായിട്ടാണ് അല്ലേ? ശരിക്കും അങ്ങനെ ആ ഒരു ടാസ്കിന്റെ ഭാഗമാണ് ആക്ച്വലി ദർശു എന്ന് പറയണതും. നമുക്ക് ആക്ച്വലി ഇത് ആക്ച്വലി നമുക്കുണ്ടല്ലോ ഒരുപാട് ഹാപ്പിനെസ് ആണ് തരുന്നത്. നമ്മൾ ഇനീഷ്യലി നമ്മൾ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഒരുപാട് റിജക്ഷൻസ് ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ആക്ച്വലി ഞാൻ ഒരു മോർ ദാൻ ഒരു 50 പാരൻസിനോടെങ്കിലും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരിക്കും ഇതിന് വേണ്ടിയിട്ട്. ലൈക്ക് ക്യാൻ വി ഡു ദിസ് എന്ന രീതി. ലൈക്ക് അപ്പോഴൊക്കെ റിജക്ഷൻ ആയിരുന്നു, എല്ലായിടത്തും റിജക്ഷൻസ് ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. സോ അപ്പോൾ ആക്ച്വലി നമ്മൾ ആക്ച്വലി ദർശുവിൽ ചെയ്തിട്ട് ദർശു സക്സസ് ആണെന്ന് പറയുമ്പോൾ ലൈക്ക് ആസ് എ ബ്രാൻഡ് എന്ന രീതിയിലും ആസ് എ ടീം എന്ന രീതിയിലും പേഴ്സണലി ആസ് എൻ എഡ്യൂക്കേറ്റർ എന്ന രീതിയിലും സോ ദാറ്റ്സ് ലൈക്ക് വി ആർ ഗെറ്റിംഗ് സോ മച്ച് ഹാപ്പിനെസ് ഇൻ ദാറ്റ്. നമ്മൾ ചെയ്തൊരു കാര്യത്തിലുള്ള റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു അഡ്രിനാലിൻ ബൂസ്റ്റ് അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സോ അതാണ് ആക്ച്വലി വി ആർ എക്സ്പീരിയൻസിങ് റൈറ്റ് നൗ. ഓക്കെ, ഇപ്പോൾ ഈ ഫോസിൻടാക്സിൽ ഫാക്കൽറ്റി ഉണ്ട്, ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു കുട്ടീനെ LKG ചേർക്കുവാണെങ്കിൽ തന്നെ അവിടെ ആരൊക്കെ പഠിപ്പിക്കുന്നത്, സ്കൂളിന്റെ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇപ്പോൾ LKG വരെ പേരൻസ് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഫാക്കൽറ്റിനെ കുറിച്ച് അവരുടെ സ്റ്റഡി ബാക്ക്ഗ്രൗണ്ട് അവരെങ്ങനെയൊക്കെയാണ് അതൊന്ന് പറയാമോ? ശരിക്കും ആക്ച്വലി ഇവിടെ നമുക്ക് ഫുൾ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ടെക് ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ള ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആണ് നമുക്ക് ഫുൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ഇന്ത്യൻ ടീച്ചേഴ്സും ഉണ്ട്, ഫോറിൻ ടീച്ചേഴ്സും ഉണ്ട്. ഓക്കെ, നമുക്ക് ഓൾമോസ്റ്റ് ഒരു മോർ ദാൻ 5 countries നമുക്ക് കുട്ടികളുണ്ട്. സോ നമുക്ക് US കുട്ടികളുണ്ട്, UK നിന്നുണ്ട്, ആൻഡ് വി ഡു ഹാവ് ഫ്രം ജർമ്മനി, വി ഡു ഹാവ് ഫ്രം ചൈനയിൽ നമുക്ക് ആക്ച്വലി കുട്ടികളുണ്ട്. നമുക്ക് UAE ലൈക്ക് ആ ഒരു ഏരിയയിൽ നമുക്ക് ആക്ച്വലി ഉണ്ട്. ലൈക്ക് ഇനി ഉണ്ടായിരിക്കും ആക്ച്വലി എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാനും ഇത് കറക്റ്റ് നമുക്ക് എല്ലാം നോക്കിയിടത്തില്ല. ആക്ച്വലി നമുക്ക് ഒരുപാട് മൾട്ടിപ്പിൾ കൺട്രീസ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ കൺട്രീസും സ്റ്റാഫ്സും ആക്ച്വലി ഉണ്ട്. സോ ദ മെയിൻ തിങ് ഈസ് ലൈക്ക് നമുക്ക് അവിടുന്ന് ഒരു ഫാക്കൽറ്റീസ് ആയിട്ട് വി ഡു ഹാവ് ഇറ്റ്. നമുക്ക് ഇവിടെ ഇന്ത്യൻസ് നമുക്ക് സ്റ്റാഫ്സ് ഉണ്ട്. അതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി സ്റ്റാഫ്സ് അവൈലബിൾ ആണ്. അവരെല്ലാം ടെക് ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ളവരാണ്, ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആണ്. ഇപ്പൊ ഞാൻ ആക്ച്വലി ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ട് ആണ്. അതേപോലെ ഓരോ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സുകളാണ്. ഇപ്പൊ എക്സാമ്പിൾ ഫ്ലട്ടർ എന്ന് പറയുന്ന ഒരു കോഴ്സിന് ഫ്ലട്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡെവലപ്പറാണ് ആക്ച്വലി ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, റിയാക്ട് ആണെന്നുണ്ടെങ്കിൽ റിയാക്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡെവലപ്പറാണ് ആക്ച്വലി ക്ലാസ് എടുക്കുന്നത്. സോ അതിന്റെ ഒരു ലൈക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഡെലിവറി എന്ന് പറഞ്ഞാൽ റിയലി ഡിഫറെന്റ്. നോർമലി അവർക്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് ഒരു എക്സ്പോഷേഴ്സ് ഉണ്ടായിരിക്കും, അവർ അപ്ഡേറ്റഡ് ആയിരിക്കും അത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റിയും അതിനനുസരിച്ചുള്ള ഒരു എക്സ്പോഷറും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. സോ ദാറ്റ്സ് വാട്ട് വി ആർ മെയിൻലി ഫോക്കസിങ്. ഓക്കെ, ഇനിയിപ്പം നമ്മളിപ്പോൾ എല്ലാ ബിസിനസ് ഓൺട്രപ്രണേഴ്സ്, നിങ്ങൾ ബിസിനസ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നില്ല, സർവീസ് അല്ലേ, ക്വാളിറ്റി സർവീസ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയേണ്ടി വരും. ഒരു ആഫ്റ്റർ ഒരു 5 years അല്ലെങ്കിൽ 10 years എടുത്ത് നോക്കുമ്പോൾ ഞങ്ങളുടെ ബ്രാൻഡ് ഇങ്ങനെ നിൽക്കണം, അങ്ങനെ നിൽക്കണം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഓൺട്രപ്രണേഴ്സ് അല്ലേ. അപ്പൊ നിങ്ങളുടെ ഫോസിൻടാക്സ് അല്ലേ, നിങ്ങൾ എന്താ പറയുക, കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫോസിൻടാക്സ് ആഫ്റ്റർ ഒരു 5 years 10 years ആകുമ്പോൾ നിങ്ങളുടെ മോട്ടീവ് എന്താണ്, എവിടെ നിൽക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സോ ആക്ച്വലി നമുക്ക് ആക്ച്വലി പറഞ്ഞ ക്വാളിറ്റിയാണ്. നമുക്ക് ആക്ച്വലി ക്വാളിറ്റി ഉള്ള ഒരുപാട് ഡെവലപ്പേഴ്സിന്, ജൂനിയർ ഡെവലപ്പേഴ്സിന് ഡെവലപ്പ് ചെയ്യണം. ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം ഫോർ അസ്. ക്വാളിറ്റിയിലെ ഡെവലപ്പേഴ്സിനെ ബിൽഡ് ചെയ്യുക. ആൻഡ് വി വാണ്ട് ടു പ്രൗഡ്ലി സേ ദാറ്റ് ആക്ച്വലി ഇത് ആക്ച്വലി നമ്മളെ കുട്ടികളാണ്. ഓക്കെ, സോ ആക്ച്വലി ദേ മേഡ് ദിസ്. സോ ആ ഒരു പ്രൗഡ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ആണ് ആക്ച്വലി വി ആർ എക്സ്പെക്ടിങ്. ഓക്കെ, അവർ ചെയ്തിട്ട് അവരുടെ പ്രൊഡക്റ്റ് വരിക എന്ന് പറയുമ്പോൾ സോ അത് ആക്ച്വലി നമ്മുടെ ഒരു ഭയങ്കര ഹാപ്പി മൂമെന്റ്. നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ റിസൾട്ട് കാണുമ്പോൾ ആ ഒരു ഹാപ്പി മൂമെന്റ് എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ജൂനിയർ ഡെവലപ്പേഴ്സ് അവരുടെ പ്രൊഡക്ട്സുകൾ കാര്യങ്ങളെല്ലാം ലോകത്ത് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു. ആ ഒരു എക്സ്പെക്ടേഷൻ ആണ് ആക്ച്വലി ഞങ്ങൾക്കുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പിങ്ങിന് എന്തൊക്കെയാണ് ഫോസിൻടാക്സിൽ വരുന്നത് ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ്? ആക്ച്വലി സ്റ്റിൽ വി ആർ ഫിഗറിങ് ഇറ്റ് ഔട്ട്. നമുക്ക് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഇത് ഫോസിൻടാക്സ്, ദിസ് വൺ ഓഫ് അവർ ഇനിഷ്യേറ്റീവ്. ഓക്കെ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഫോസിൻടാക്സിന്റെ ഇനിഷ്യേറ്റീവ് മാത്രമാണ്.
അതുപോലെ ഒരുപാട് ഇനീഷ്യേറ്റ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആക്ച്വലി നമുക്കൊരു ഓരോ ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളുണ്ട്. ബട്ട് ലെറ്റ്സ് ഇത് ആക്ച്വലി ഡയലൂട്ട് ആണ്, ഫുൾ കംപ്ലീറ്റ് ആയിട്ട് വിൽ ബി ഗോയിങ് ഫോർ നെക്സ്റ്റ്. എനിഹൗ വി ആർ നോട്ട് പ്ലാൻ ടു സ്റ്റോപ്പ് ഇറ്റ്, വിൽ ബി ഗോയിങ്. ഓക്കെ, ചായയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അടുത്ത് ഇനി സ്റ്റാർട്ടപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ചായ. അല്ല, ആക്ച്വലി ഫസ്റ്റ് ദ മോസ്റ്റ് നമുക്കൊരു IT കമ്പനി വേണമെന്നുണ്ട്, ആൻഡ് വി ആർ വർക്കിംഗ് ഓൺ ദാറ്റ്. IT കമ്പനി ഉണ്ടായിരിക്കും, ആൻഡ് then next initiates ആയിട്ട് പോകും. ഇപ്പൊ നമുക്കൊരു IT കമ്പനി എന്തായാലും വി ആർ പ്ലാനിങ് ഫോർ ദാറ്റ് ആൻഡ് വർക്കിംഗ് ഫോർ ദാറ്റ്. ടീം ബിൽഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഗോയിങ് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഒന്ന് രണ്ട് ക്ലയൻസിനെ വി ജസ്റ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ദാറ്റ്. സോ സ്ലോ ആൻഡ് സ്റ്റഡി, എല്ലാം സ്ലോ സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്തിട്ട് പോകണം എന്നുള്ളതാണ് ആക്ച്വലി ഞങ്ങളെ മെയിൻ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെ പോലെയുള്ള കുറെ പേരാണ് അപ്കമിങ് ജനറേഷൻ അല്ലേ ഇങ്ങനെ രൂപീകരിപ്പിച്ചും ബുദ്ധിയൊക്കെ കൂട്ടി അങ്ങ് എടുത്തോണ്ടിരിക്കുന്നത് അല്ലേ. ആക്ച്വലി നമുക്ക് ഉണ്ടല്ലോ വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ലോട്ട് ഓഫ് പോസിബിലിറ്റീസ്. നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഒന്നും ആക്ച്വലി നമുക്ക് ആരും ഒന്നും ഇങ്ങോട്ട് കൊണ്ടുതരില്ല, ആരും നമുക്ക് ഒന്നും നമുക്ക് ഫീഡ് ചെയ്ത് തരില്ല. നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് നമ്മൾ റിസ്ക് എടുത്താലും റിസ്ക് സാപ്പിടാൻ പറ്റുള്ളൂ പറയില്ലേ, അത് തന്നെയാണ് പരിപാടി. നമ്മൾ അതിന് വേണ്ടി നമ്മൾ അന്വേഷിച്ച് അത് നമ്മൾ നടക്കണം. ഓക്കെ, എന്നാൽ മാത്രം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചാണ്. ലൈക്ക് അതുപോലെ തന്നെ ഒരുപാട് നാട്ടിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ആരും എക്സ്പോസ് ചെയ്യാറുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. അത് എക്സ്പ്ലോർ ചെയ്തിട്ട് എല്ലാവരും ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളാ ടീമിന് ആക്ച്വലി ആഗ്രഹം. എല്ലാവരും വരണം, ലൈക്ക് എല്ലാവരും ആക്ച്വലി ഇങ്ങനത്തെ കുറെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് വരണം. സോ that will be like, I think there are potential peoples over here, ഇതെല്ലാം ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള. I guess everyone will come out. Yeah, definitely. ദർശുവിന്റെ ഇപ്പൊ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലാണല്ലോ. അപ്പൊ ദർശു ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോ ദർശു എന്നൊക്കെ പറഞ്ഞ ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുമോ? കൊറേ ചാട്ടുമാർ ചേച്ചിമാര് വരാറുണ്ട്, സെൽഫി എടുക്കണം. ഓക്കെ, സെൽഫി എടുക്കാറുണ്ടെന്നാണ് ദർശു ഉദ്ദേശിച്ചത് അല്ലേ. ദർശു ഇപ്പൊ കൊറേ ഗെയിം ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? അത് അച്ചാച്ചനും അമ്മാമ്മേനെ പഠിപ്പിച്ചു കൊടുക്കോ? എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം അവരെ? ഇങ്ങനെ സ്ക്രാച്ച്. അപ്പൊ ദർശു ഒന്ന് കാണിച്ചു തരുമോ ചേച്ചിനെ? ലാപ്ടോപ്പ് കൊണ്ടത് കാണിച്ചു തരുമോ? ചേച്ചി ഞാൻ ഇന്ന് ക്ലിക്കിംഗ് ഗെയിം കാണിച്ചുതരാം. ക്ലിക്കിംഗ് ഗെയിം? ഓക്കെ, ചേച്ചിനെ പഠിപ്പിച്ചു തരുമോ? ഓക്കെ. അപ്പൊ ഞാനും ദർശു ഗെയിമിങ് ചെയ്തോണ്ടിരിക്കാണ് അല്ലേ ദർശു? ദർശുവിനെ പഠിപ്പിക്കാണ്. ദർശുവിന് ചിരിയും വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ആട്ടാ ഫുൾ കോൺസെൻട്രേഷൻ. എന്തൊക്കെയോ ദർശു ചെയ്തിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ദർശു ഫുൾ കോൺഫിഡൻസിലാണ് ഗെയിമിങ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ ദർശു? ഭയങ്കര സ്പീഡിലാണല്ലോ ദർശു ചെയ്യുന്നേ. ദർശു എന്തിനാ ദർശിച്ചിരിക്കുന്നേ? ചേച്ചി ഞാൻ ഗെയിം കളിച്ചോട്ടെ? ഓക്കെ, സെറ്റ് ദർശു. ഞങ്ങള് കളിച്ചോണ്ടിരിക്കയാണ്. ഓക്കെ അല്ലേ? നമ്മള് ജയിക്കൂ ദർശു? ഓക്കെ, ജയിക്കാറായോ? ഞങ്ങൾ ജയിച്ചു. ജയിച്ചല്ലേ? ചേച്ചി ജയിച്ചോ? ഞാൻ ദർശു ഞാൻ ടീമല്ലേ, ഞങ്ങൾ രണ്ടുപേരും ജയിച്ചു. ചേച്ചി ഒന്ന് ഗെയിം കളിച്ചേ? അയ്യോ ചേച്ചിയാ, ചേച്ചിക്ക് അറിയില്ല, എന്നാലും നോക്കാം. എങ്ങനെ ദർശു കളിക്കണ്ടേ? ഏത്? ഈ ഫ്ലാഗ് ചേച്ചി ക്ലിക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്തു. ഇനി എന്താ ദർശു ചെയ്യണ്ടേ? ക്ലിക്ക് ചെയ്യൂ. അതേതാ? ദർശ എന്നെ സഹായിക്കുന്നില്ല കേട്ടോ ഗെയിമില്. ഹെൽപ്പ് ചെയ്യേ. അയ്യോ, ക്ലിക്ക് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്തു. ചേച്ചി സ്കോർ 10 ആക്കണം. എവിടെ 10 ആക്കണ്ടേ ചേച്ചി? ഇവിടെയാ? ഒന്ന് കാണിച്ചു തരുമോ? ദർശനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ്. യെസ്,
എവിടെയാ? ആ ഓക്കെ ഓക്കെ, നമ്മള് ജയിക്കോ? ഓക്കെ ഓക്കെ, ഞാനിവിടെ തൽക്കാലം ഇങ്ങനെ കൈവെക്കുന്നുണ്ട്. ദർശുവാണ് എനിക്ക് വേണ്ടി പണിയെടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല. നമ്മള് ജയിക്കാത്ത എന്താ ദർശു? ചിരിക്കുന്ന നീ. ആ, ഞങ്ങൾ ജയിച്ചു ഫൈനലി. നമ്മൾ ജയിച്ചിരിക്കുന്നു ദർശു. ജയിച്ചു ആ അതെ, ഞാൻ ജയിച്ചു. അപ്പൊ സുബിൻ, ദർശു ആൻഡ് കൃഷ്ണ ചേച്ചി, നല്ല രസമുണ്ടായിരുന്നു നിങ്ങളോടൊപ്പം ആ ഒരു കോൺവെർസേഷനും കാര്യങ്ങളും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എന്താ പറയാ, റീലി കാണുന്ന പോലെ അല്ലല്ലോ, റിയൽ ആയിട്ട് നിങ്ങളെ മൂന്നേരം കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. ആൻഡ് സുബിൻ എടുത്തേക്കണ എന്താ, ഇനി വരുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഫോർ സിന്റാക്സ്. അപ്പൊ നിങ്ങളുടെ കുറെ അല്ല കോ ഫൗണ്ടേഴ്സിന്റെ നെയിമും കൂടെ പറയാം. എന്തായാലും മൈൻഡപ്പ് ചെയ്യാം. കോള് വരുമ്പോ അവർക്കും കൂടെ വരട്ടെ. ആക്ച്വലി ഞങ്ങള് മൊത്തം 4 പേരാണുള്ളത്. ഓക്കെ ആക്ച്വലി ഒരാളുള്ളത് അഭിഷേക് എന്ന് പറഞ്ഞിട്ട്, then അഖിൽ എന്ന് പറഞ്ഞിട്ട്, then അബ്ബാസ്, then പിന്നെ ഞാൻ. ഞങ്ങൾ 4 പേരാണുള്ളത്. അപ്പൊ നിങ്ങളുടെ 4 പേരുടെ അല്ലേ ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു ഫോർ സിന്റാക്സ്. അപ്പൊ ഇനി ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റട്ടെ അല്ലെ, നാളെ വരുമ്പോഴത്തേന് ഫോർ സിന്റാക്സിലെ സ്റ്റുഡൻസ് എന്നുള്ള ഒരു ബ്രാൻഡ് ലേബിൾ ഇറങ്ങട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ആൻഡ് കൃഷ്ണ ചേച്ചി, ഇനി ഒരുപാട് എന്താ ദർശനെ കൊണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ പറ്റട്ടെ. കാരണം ദർശന് ഇത്രത്തോളം അറിയാൻ പറ്റിയില്ല അല്ലേ? അതെ, ഒരു ഇൻസ്റ്റാ റീലിൽ നിന്ന് ദർശ് ഇത്ര ഫേമസ് ആയി. ഇനി ദർശന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ദർശ് നിങ്ങളെ പ്രൗഡ് ആക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ദർശു, അപ്പൊ ഇനി കാണാം നമുക്ക്. ഓക്കെ, സ്റ്റാർ അല്ലേ? ഓക്കെ, ബൈ.